ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ ഫണ്ടമെൻ്റൽസ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ രണ്ടാമത്തെ മൊഡ്യൂളിലേക്ക് പ്രവേശിക്കുകയാണ്. അപ്പോൾ രണ്ടാമത്തെ മൊഡ്യൂൾ എന്ന് പറയുന്നത് വാല്യുവേഷൻ ഓഫ് ഫിക്സഡ് ഇൻകം സെക്യൂരിറ്റീസ് അല്ലെങ്കിൽ വാല്യുവേഷൻ ഓഫ് ബോണ്ട്സ് അല്ലെങ്കിൽ ബോണ്ട് വാല്യുവേഷൻ. അപ്പോൾ നമുക്കറിയേണ്ട ഒരു കാര്യം എന്താണ് ഫിക്സഡ് ഇൻകം സെക്യൂരിറ്റീസ് അല്ലേ? എൻ്റെ ടേം കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്ന കാര്യമാണ്. ഇങ്ങനെയുള്ള സെക്യൂരിറ്റീസ് നിന്നും ലഭിക്കുന്ന ഇൻകം അല്ലേ, റെഗുലറായിട്ട് ലഭിക്കുന്ന ഇൻകം അതെങ്ങനെയുള്ളതാ? ഫിക്സഡ് ആണ് അല്ലേ? എന്താ ഫിക്സഡ് പറഞ്ഞാൽ? സ്ഥിരമായിട്ടുള്ള അല്ലെങ്കിൽ ഒരേ എമൗണ്ട് തന്നെയുള്ള അല്ലെങ്കിൽ ഈക്വലായിട്ട് കിട്ടുന്ന. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു നിശ്ചിത തുക റെഗുലറായി ഇൻകത്തിൻ്റെ രൂപത്തിൽ ഓഫർ ചെയ്യുന്ന സെക്യൂരിറ്റികളെ എന്ത് പറയുന്നു? ഫിക്സഡ് ഇൻകം സെക്യൂരിറ്റീസ് എന്ന് പറയും അല്ലേ? എക്സാമ്പിൾ നിങ്ങൾക്കറിയാം അല്ലേ? എന്തൊക്കെയാണത്? അങ്ങനെ ഒരു ഫിക്സഡ് റേറ്റ് അല്ലെങ്കിൽ ഒരു ഫിക്സഡ് റേറ്റ് ഓഫ് ഇൻകം നൽകുന്ന സെക്യൂരിറ്റീസ് ഏതൊക്കെയായിരിക്കും? ഒന്ന് ഡിബഞ്ചർ ആവാം അല്ലേ? ഡിബഞ്ചർ നമുക്കറിയാം. ഡിബഞ്ചറിൻ്റെ പ്രത്യേകത എന്താ? കമ്പനി വാങ്ങിക്കുന്ന കടമാണ്, പബ്ലിക്കിൽ നിന്ന് കടമാവും അല്ലേ? അല്ലെങ്കിൽ പബ്ലിക്കിൽ നിന്ന് കടം വാങ്ങിക്കാൻ വേണ്ടി ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്നു. അപ്പോൾ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഇതെന്താ? ഒരു കടമാണ്, ഡെപ്റ്റാണ് അല്ലേ? കമ്പനി നടത്തുന്ന ബോറോയിങ് ആണ്. ഓക്കെ, അതിനെന്ത് കൊടുക്കണം? പലിശ കൊടുക്കണം അല്ലേ? കടം വാങ്ങിക്കുമ്പോൾ നമ്മൾ എന്ത് കൊടുക്കും? പലിശ കൊടുക്കും അല്ലേ? ഈ പലിശയുടെ നേച്ചർ എന്താ? പലിശ മിക്കവാറും എങ്ങനെയാണ്? ഫിക്സഡ് ആയിട്ടുള്ള എമൗണ്ടാണ് കൊടുക്കുക അല്ലേ? ഒരു റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുമ്പോൾ തന്നെ കാണിച്ചിട്ടുണ്ടാവും അല്ലേ? ആ കാണിച്ചിരിക്കുന്ന റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് തന്നെയാണ് നമ്മൾ തുടർന്നുള്ള വർഷങ്ങളിൽ ആ ഡിബഞ്ചറിൻ്റെ കാലാവധി കഴിയുന്നത് വരെയും ഇൻവെസ്റ്റേഴ്സിന് നൽകിക്കൊണ്ടിരിക്കുക അല്ലേ? അപ്പം ഇങ്ങനെ നൽകുന്ന ഇൻകം അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് അല്ലേ, അത് ഫിക്സഡ് ആയിട്ട് ഇരിക്കുന്നത് കൊണ്ട് നമുക്ക് ഡിബഞ്ചറിന് എന്ത് പറയാം? ഒരു ഫിക്സഡ് ഇൻകം സെക്യൂരിറ്റി എന്ന് പറയാം അല്ലേ? ഇപ്പോൾ ഗവൺമെൻറ് ഇഷ്യൂ ചെയ്യുന്ന ബോണ്ടുകൾ, അതിൻ്റെ ഇൻട്രസ്റ്റ് എന്താ? ഫിക്സഡ് ആയിരിക്കും. ഇൻട്രസ്റ്റ് റേറ്റ് ഫിക്സഡ് ആയതുകൊണ്ട് സ്ഥിരമായിട്ട് കിട്ടിക്കണം അല്ലേ? ഇതുപോലെ ബാങ്കിൽ നമ്മൾ ഡിപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡിപ്പോസിറ്റിൻ്റെ FD റെസീറ്റിൽ നമുക്കൊരു ഇൻട്രസ്റ്റ് റേറ്റ് കാണിച്ചിട്ടുണ്ടാവും. ഈ ഇൻട്രസ്റ്റ് റേറ്റ് അനുസരിച്ചിട്ടാണ് ഓരോ വർഷവും നമുക്ക് എന്ത് തരുന്നത്? ഇൻട്രസ്റ്റ് തരുന്നത്. അപ്പോൾ ആ ഇൻട്രസ്റ്റ് എന്താ? ഫിക്സഡ് ആണ് അല്ലേ? ഇതുപോലെ സെക്യൂരിറ്റീസ് നിന്നും അല്ലെങ്കിൽ സെക്യൂരിറ്റീസിൽ നിന്നും ലഭിക്കുന്ന റിട്ടേൺസ്, ഇൻട്രസ്റ്റിൻ്റെ രൂപത്തിലോ അല്ലെങ്കിൽ മറ്റുള്ള രീതിയിലോ ലഭിക്കുന്ന റിട്ടേൺസ് അല്ലെങ്കിൽ നമ്മൾ ഇൻകം എന്ന് പറയാം അല്ലേ? ആ ഇൻകം ഫിക്സഡ് ആയിട്ട് വെച്ചിരിക്കുന്ന സെക്യൂരിറ്റീസിനെയാണ് എന്ന് പറയുന്നത് ഫിക്സഡ് ഇൻകം സെക്യൂരിറ്റീസ്. അതിൻ്റെ വാല്യുവേഷനെ കുറിച്ചാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ വാല്യുവേഷൻ്റെ പ്രോബ്ലം ആസ്പെക്ട്സിലേക്ക് വരുന്നതിന് മുമ്പ് എന്താണ് ഫിക്സഡ് ഇൻകം സെക്യൂരിറ്റി, അതിൻ്റെ പ്രത്യേകത എന്താണ്, എന്തെല്ലാം അടങ്ങുന്നതാണ് ഫിക്സഡ് ഇൻകം സെക്യൂരിറ്റീസ് എന്നൊക്കെ നമുക്ക് അറിഞ്ഞിരിക്കണം അല്ലേ? നമുക്കറിയാവുന്ന രീതിയിൽ തന്നെ നമ്മൾ പറഞ്ഞു പോവുകയാണെങ്കിൽ ഫിക്സഡ് ഇൻകം സെക്യൂരിറ്റീസിനെ കുറിച്ച് നമ്മൾ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ പറഞ്ഞു. ഡിബഞ്ചർ, ബോണ്ട് ഇങ്ങനെയുള്ളതൊക്കെ തന്നെയാണ് ഫിക്സഡ് ഇൻകം സെക്യൂരിറ്റീസ് എന്ന് പറയുന്നത്. ചില അവസരത്തിൽ ചില പ്രത്യേക സാഹചര്യത്തിൽ അല്ലേ, എപ്പോഴെല്ലാം പ്രത്യേകിച്ച് IFRS പോലുള്ള അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഒക്കെ വന്നതിന് ശേഷം പ്രിഫറൻസ് ഷെയർസിന് കൺവേർട്ടബിൾ അല്ലാത്ത പ്രിഫറൻസ് ഷെയർസിനെ, റിഡീമബിൾ ആയിട്ടുള്ള പ്രിഫറൻസ് ഷെയർസിനെ എന്തായിട്ട് തന്നെ ട്രീറ്റ് ചെയ്യുന്നു? ഫിക്സഡ് ഇൻകം സെക്യൂരിറ്റി ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നു, ഒരു ഡെപ്റ്റിനെ പോലെ ട്രീറ്റ് ചെയ്യുന്നു. സോ അങ്ങനെയുള്ള കേസിൽ പ്രിഫറൻസ് ഷെയർസും റിഡീമബിൾ പ്രിഫറൻസ് ഷെയർസും എന്തായിട്ട് തന്നെയാണ് ട്രീറ്റ് ചെയ്യപ്പെടുന്നത്? ഫിക്സഡ് ഇൻകം സെക്യൂരിറ്റീസ് ആയിട്ട് തന്നെയാണ് ട്രീറ്റ് ചെയ്യപ്പെടുന്നത്. ഓക്കെ, സോ ദിസ് ഈസ് അബൌട്ട് ഫിക്സഡ് ഇൻകം സെക്യൂരിറ്റീസ്. ഓക്കെ, ഇതിൻ്റെ മീനിങ് നിങ്ങൾക്ക് സ്റ്റഡി മെറ്റീരിയൽസ് അയച്ചു തരുന്നുണ്ട്. അപ്പോൾ ആ സ്റ്റഡി മെറ്റീരിയൽസ് നോക്കി മീനിങ്ങും അതുപോലെ തന്നെ അതിൻ്റെ ടൈപ്പൊക്കെ നോക്കുക. ഓക്കെ, ദെൻ സെക്യൂരിറ്റീസ് കോൺട്രാക്ട് ആൻഡ് റെഗുലേഷൻ ആക്ട് SCRA എന്ന് പറയുന്നൊരു നിയമം നമുക്കുണ്ട്. 1956 നിയമമാണ്. ഓക്കെ, ഇപ്പോഴും നിലനിൽക്കുന്ന ഒരു നിയമമാണ്. അപ്പോൾ ഇതനുസരിച്ച് ഒരു സെക്യൂരിറ്റിയെ ഡിഫൈൻ ചെയ്യണം. എന്താണ് സെക്യൂരിറ്റി എന്നതിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവേണ്ടെന്ന് വെച്ചിട്ട് പറയുകയാണ്. എന്താണ് സെക്യൂരിറ്റി? ദാറ്റ് ഇൻക്ലൂഡ്സ് ഓഫ് ഷെയർസ്, സ്ക്രിപ്റ്റ്സ്
stocks, bonds, debenture stock, or any other marketable securities of a like nature in any of the debenture of a company or a body corporate എന്ന് ഒരു ഡെഫിനിഷൻ SCRAയിൽ കൊടുത്തിട്ടുണ്ട്. എന്തിനുള്ള ഡെഫിനിഷനാണ്? സെക്യൂരിറ്റി എന്നുള്ള ടേമിനുള്ള ഡെഫിനേഷൻ അല്ലേ? ഫിക്സഡ് ഇൻകം സെക്യൂരിറ്റീസ് ആണ്. അപ്പോൾ സെക്യൂരിറ്റി എന്താ? സെക്യൂരിറ്റി അപ്പോൾ സിംപ്ലി മീൻ ചെയ്യുന്നത് ഇതെന്നൊക്കെ നോക്കുമ്പോൾ എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന, ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്ന, അതായത് വാങ്ങിക്കാനും വിൽക്കാനും സാധ്യമായിട്ടുള്ള അല്ലേ, ഇൻവെസ്റ്റ്മെൻറ്റിനെ തെളിയിക്കുന്ന തരത്തിലുള്ള ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട് എന്നോ അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റിനെ കാണിക്കുന്ന അല്ലെങ്കിൽ പ്രോപ്പർട്ടിയെയോ റൈറ്റ്സിനെയോ കാണിക്കുന്ന ഒരു എവിഡൻഷ്യൽ ആയിട്ടുള്ള ഒരു ഇൻസ്ട്രുമെൻറ്റിനെ അല്ലെങ്കിൽ ഒരു ഡോക്യുമെൻറ്റിനെ അല്ലെങ്കിൽ ഒരു ഫോമിനെ നമുക്കെന്ത് പറയാം? സെക്യൂരിറ്റി എന്ന് പറയാം. അതിലെന്തൊക്കെ ഉൾപ്പെടുന്നു? ഷെയർ ഉണ്ടാവാം, ഡിബഞ്ചർ ഉണ്ടാവാം, ബോണ്ടുകൾ ഉണ്ടാവാം, ഡിബഞ്ചർ സ്റ്റോക്ക് ഉണ്ടാവാം അല്ലേ? ഇങ്ങനെയൊക്കെ വരാം. കമ്പനികൾ ഇഷ്യൂ ചെയ്യുന്ന സെക്യൂരിറ്റീസ് അല്ലെങ്കിൽ ഇൻസ്ട്രുമെൻറ്റ്സ്. അപ്പോൾ ഇൻസ്ട്രുമെൻറ്റ്സിൻ്റെ പ്രത്യേകത എന്താ? ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ് ആണ്. ദേ ആർ ഫിനാൻഷ്യൽ അസറ്റ്സ് ഓർ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ് വിച്ച് ഇൻഡിക്കേറ്റ്സ് എ വാല്യൂ അല്ലേ? ഒരു വാല്യൂ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻറ്റ്സ് ആണത് അല്ലേ? എന്താണ് വാല്യൂ? ആ വാല്യൂ ഏതോ ഒരു റിയൽ അസറ്റ്സിനെ, ഒരു പ്രോപ്പർട്ടിയെ അല്ലെങ്കിൽ ഒരു റൈറ്റിനെ ആണ് കാണിക്കുന്നത്. ഇങ്ങനെ ഒരു കമ്പനിയുടെ മുകളിൽ അല്ലെങ്കിൽ കമ്പനിയിലുള്ള അസറ്റ്സിനെയോ റിയൽ ആയിട്ടുള്ള അസറ്റ്സിനെയോ അല്ലെങ്കിൽ കമ്പനിയുടെ മുകളിലുള്ള ഒരു റൈറ്റ്സിനെയോ അല്ലെ ഒരു പ്രോപ്പർട്ടിയെയോ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന തരത്തിൽ, അതിൽ നിന്ന് ഡിറൈവ് ചെയ്തിരിക്കുന്ന തരത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? അത് തെളിയിക്കുന്നതിന് വേണ്ടി ഒരു ഇൻസ്ട്രുമെൻ്റ്, ഒരു ഫോം അല്ലെ, ഒരു സർട്ടിഫിക്കറ്റിൻ്റെ രൂപത്തിൽ ഒരു ഫോം നൽകുന്നു. ഇങ്ങനെയുള്ള ഇൻസ്ട്രുമെൻറ്റ്സ് ഇത് മാർക്കറ്റിൽ എന്ത് ചെയ്യാൻ പറ്റും? ട്രേഡ് ചെയ്യാൻ പറ്റുന്നു, ബൈയിങ് ആൻഡ് സെല്ലിങ് ചെയ്യാൻ പറ്റുന്നു. അപ്പോൾ അതാണ് സെക്യൂരിറ്റീസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഫിക്സഡ് ഇൻകം സെക്യൂരിറ്റീസിനെ കുറിച്ചാണ് നമ്മൾ നോക്കുന്നത്. ശരി, ദെൻ വാട്ട് ആർ ദി സെക്യൂരിറ്റീസ് എന്ന് പറഞ്ഞപ്പോൾ എന്തൊക്കെയായിരിക്കും അപ്പോൾ സെക്യൂരിറ്റീസ് വരിക? ഞാൻ നേരത്തെ പറഞ്ഞു, ഇക്വിറ്റി ഷെയർസ് വരാം അല്ലേ, ഡിബഞ്ചേഴ്സ് വരാം അല്ലേ, ഡെപ്റ്റ് സെക്യൂരിറ്റീസിൽ എന്തൊക്കെ വരും? ഡിബഞ്ചർ, ബോണ്ട്, ഇങ്ങനെയുള്ളതൊക്കെ വരാം. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല, നിങ്ങൾക്കെല്ലാം അറിയുന്ന കാര്യമാണ്, അതുകൊണ്ട് കൂടുതൽ പറയുന്നില്ല. ഫിക്സഡ് ഇൻകം സെക്യൂരിറ്റീസിൻ്റെ ഡീറ്റെയിലേക്ക് വരാം. പ്രധാനമായിട്ടും ഫിക്സഡ് ഇൻകം സെക്യൂരിറ്റീസ് എന്ന് പറയുന്നത് ഡിബഞ്ചറാണ് അല്ലേ. പ്രിഫറൻസ് ഷെയർസ് ഉണ്ടെങ്കിൽ നമുക്കത് വേറൊരു രീതിയിൽ നോക്കാം പിന്നീട്. അപ്പോൾ ഡിബഞ്ചർ, ഇപ്പോൾ ഡിബഞ്ചറിൻ്റെ പ്രത്യേകത എന്താ? ഒരു കമ്പനി പബ്ലിക്കിൽ നിന്നും കടം വാങ്ങിച്ചിരിക്കുന്നതിന് തെളിവായി അല്ലേ, കടം നൽകിയിരിക്കുന്ന ആളുകൾക്ക് ഒരു അക്നോളജ്മെൻ്റ് ആയിട്ട് കമ്പനിക്ക് ഡെപ്റ്റ് ഉണ്ട് അല്ലെങ്കിൽ എന്ന് കാണിക്കുന്ന തരത്തിൽ ഒരു റെസീറ്റ് നൽകുന്നു, ഒരു അക്നോളജ്മെൻറ്റ് നൽകുന്നു. ആ അക്നോളജ്മെൻറ്റിനെ പറയുന്ന പേരാണ് ഡിബഞ്ചർ. അപ്പോൾ ഡിബഞ്ചർ എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ഇറ്റ് ഈസ് എൻ അക്നോളജ്മെൻറ്റ് ഓഫ് ഡെപ്റ്റ്സ് ഓഫ് എ കമ്പനി. ഒരു ഡിബഞ്ചർ കാണുമ്പോൾ എന്താ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക? കമ്പനിക്ക് ഉള്ള കടം അല്ലേ, കമ്പനി വാങ്ങിച്ചിരിക്കുന്ന കടത്തിൻ്റെ ഒരു അക്നോളജ്മെൻ്റ് ആണ്, ഒരു റെസീറ്റാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു തെളിവാണ്, എവിഡൻസ് ആണ് ഡിബഞ്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സർട്ടിഫിക്കറ്റിൻ്റെ രൂപത്തിലാണ് കൊടുക്കുക. അപ്പോൾ അതിനെന്ത് പറയും? ഡിബഞ്ചർ സർട്ടിഫിക്കറ്റ് അല്ലേ. അപ്പോൾ അങ്ങനെ ഡിബഞ്ചർ സർട്ടിഫിക്കറ്റ് ലഭിച്ചിരിക്കുന്ന ആൾ അവരെന്ത് ചെയ്തിട്ടുണ്ടാവും? അവരുടെ കൈവശമുള്ള പൈസ കമ്പനിക്ക് നൽകിയിട്ടുണ്ടാവും അല്ലേ. ഇങ്ങനെ അവരുടെ കൈവശമുള്ള സർപ്ലസ് എമൗണ്ടിനെ കമ്പനിക്ക് കടമായി നൽകി പകരം ഒരു സർട്ടിഫിക്കറ്റിൻ്റെ രൂപത്തിൽ അല്ലേ, ഡിബഞ്ചർ സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചിരിക്കുന്ന ആളുകൾ നമ്മൾ എന്ത് പറയും? ഡിബഞ്ചർ ഹോൾഡേഴ്സ് അല്ലേ. ശരി, അപ്പോൾ ഡിബഞ്ചർ ഹോൾഡേഴ്സാണ് ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇൻവെസ്റ്റേഴ്സ് നമുക്ക് ഡിബഞ്ചർ ഹോൾഡേഴ്സ് എന്ന് പറയാം. ശരി, അപ്പോൾ ഇത് ഡിബഞ്ചറിൻ്റെ കേസാണ്. ഇനി ഫിക്സ്ഡ് ഇൻകം സെക്യൂരിറ്റീസിൽ രണ്ടാമതൊരു വിഭാഗം കൂടെയുണ്ട് പ്രധാനമായിട്ടും വരുമ്പോൾ, അത് ഗവൺമെൻറ് ഇഷ്യൂ ചെയ്യുന്ന കടമാണ്. നമുക്കറിയാം സ്റ്റേറ്റ് ഗവൺമെൻറ്റും സെൻട്രൽ ഗവൺമെൻറ്റും ചില പ്രാദേശിക ഗവൺമെൻറ്റുകളെല്ലാം കോർപ്പറേഷൻ പോലുള്ള, മുനിസിപ്പൽ കോർപ്പറേഷൻ പോലുള്ള പ്രാദേശിക ഗവൺമെൻറ്റുകളും എന്ത് ഇഷ്യൂ ചെയ്യാറുണ്ട്? കടം ഇഷ്യൂ ചെയ്യാറുണ്ട്, കടപ്പത്രങ്ങൾ ഇഷ്യൂ ചെയ്യാറുണ്ട്. ഡിബഞ്ചറിനെ പറയുന്ന മലയാളത്തിലുള്ള പേരെന്താ? കടപ്പത്രം അല്ലേ. അപ്പോൾ ഇങ്ങനെ ഗവൺമെൻറ് കടപ്പത്രം ഇഷ്യൂ ചെയ്യുമ്പോൾ, കടം വാങ്ങിക്കുമ്പോൾ ഇഷ്യൂ ചെയ്യുന്ന
അല്ലെങ്കിൽ കടപ്പത്രത്തെ നമ്മളൊരു വേറൊരു പേരിലാണ് അറിയപ്പെടുക, ബോണ്ട് എന്നാണ് അതിനറിയപ്പെടുക, BOND, ബോണ്ട് ഓർ ബോണ്ട്സ്. ഓക്കെ, ഇപ്പോൾ ഗവൺമെൻറ് ബോണ്ട് എന്നാണ് അതിനറിയപ്പെടുന്നത്. ഇപ്പോൾ ഗവൺമെൻറ് ബോണ്ടും ഡിബഞ്ചർ തന്നെയാണ്, പക്ഷെ അത് ആര് ഇഷ്യൂ ചെയ്യുന്നു? ഗവൺമെൻറ് ഓർഗനൈസേഷൻസോ ഗവൺമെൻറ്റോ ഒക്കെയാണ് ഇഷ്യൂ ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ രണ്ട് പ്രധാനമായിട്ടും വരുന്ന ഫിക്സഡ് ഇൻകം സെക്യൂരിറ്റീസ്. ഇപ്പോൾ ഡിബഞ്ചറിനെയും ബോണ്ടിനെയും നമ്മൾ ഒരു സിമിലർ ആയിട്ട് തന്നെയാണ് ട്രീറ്റ് ചെയ്യുന്നത്. നമ്മൾ അക്കൗണ്ടിങ് പർപ്പസിന്, വാല്യുവേഷൻ പർപ്പസിന്, കാൽക്കുലേഷൻ പർപ്പസിന്. കാരണം എന്താ, രണ്ടിലും ഫിക്സഡ് റേറ്റ് ആയിട്ടുള്ള ഇൻട്രസ്റ്റ് ഉണ്ട്, മെച്യൂരിറ്റി പീരീഡ് ഉണ്ടാവും. ഓക്കെ, അങ്ങനെ കുറച്ച് ഫീച്ചേഴ്സ് എല്ലാം ഉള്ളതുകൊണ്ട് അതിന് രണ്ടിനും ഒരേ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, വാല്യുവേഷൻ്റെ പർപ്പസിന് വേണ്ടി എടുക്കുന്നുണ്ട്. ഓക്കെ, ശരി. ഇനി ഫിക്സഡ് ഇൻകം സെക്യൂരിറ്റീസിൻ്റെ കേസിൽ നോക്കുമ്പോൾ ഷോർട്ട് പീരീഡ് ഇൻവെസ്റ്റ്മെൻറ്റും ഉണ്ട്, അതുപോലെ തന്നെ ലോങ് പീരീഡ് ഇൻവെസ്റ്റ്മെൻറ്റും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഫിക്സഡ് ഇൻകം സെക്യൂരിറ്റീസിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് തന്നെ ഷോർട്ട് പീരീഡ് ആവാം, ലോങ് പീരീഡ് ആവാം. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ള ഡിബഞ്ചർ, ബോണ്ട് തുടങ്ങിയിട്ടുള്ളതൊക്കെ എന്താ, ലോങ് പീരീഡ് ഇൻവെസ്റ്റ്മെൻറ്റിനുള്ള സെക്യൂരിറ്റീസാണ്. സോ ഡിബഞ്ചർ, bonds etc. are securities or fixed income securities for long term investment. So what are the securities available for, or what are the fixed income securities available for short term investment? അപ്പോൾ അതിന് നമ്മൾ പറയുന്ന ഒരു പേര് മണി മാർക്കറ്റ് സെക്യൂരിറ്റീസ് അല്ലെങ്കിൽ മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് എന്നാണ് പറയുക. മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് അല്ലെങ്കിൽ മണി മാർക്കറ്റ് സെക്യൂരിറ്റീസ്, നിങ്ങൾ മണി മാർക്കറ്റിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും അല്ലേ? നേരത്തെ നമ്മൾ ഫണ്ടമെന്റൽസ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ തന്നെ ഇൻട്രഡക്ഷൻ പാർട്ട് നോക്കുമ്പോൾ പറഞ്ഞു മാർക്കറ്റ്സ് അല്ലേ? എന്തോ മാർക്കറ്റാ? ഫിനാൻഷ്യൽ മാർക്കറ്റ്. ഫിനാൻഷ്യൽ മാർക്കറ്റ്സ് നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു അല്ലേ? എന്തൊക്കെ മാർക്കറ്റായിട്ടാ? ദാറ്റ് ഈസ് ക്യാപിറ്റൽ മാർക്കറ്റും മണി മാർക്കറ്റ്. ക്ലിയർ? ഇപ്പോൾ ക്യാപിറ്റൽ മാർക്കറ്റ് ലോങ് ടേം സെക്യൂരിറ്റീസിൻ്റെ ആണെന്ന് പഠിച്ചു, മണി മാർക്കറ്റ് ഷോർട്ട് ടേം സെക്യൂരിറ്റീസിനെയാണെന്ന് പഠിച്ചു. ക്ലിയർ? അപ്പോൾ ക്യാപിറ്റൽ മാർക്കറ്റിനെ റെഗുലേറ്റ് ചെയ്യുന്നത് ആരാ? നിങ്ങൾ നേരത്തെ പഠിച്ചിട്ടുണ്ടല്ലേ, സെബി തന്നെയാണ്. ഓക്കെ, ഇപ്പോൾ സെബി ആണ് ക്യാപിറ്റൽ മാർക്കറ്റിനെ റെഗുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ മണി മാർക്കറ്റിനെ റെഗുലേറ്റ് ചെയ്യുന്നത് ആരാണ്? മണി ഫ്ലോ, മണി സർക്കുലേഷൻ, ക്രെഡിറ്റ് ഫ്ലോ അല്ലേ? മോണിറ്ററി പോളിസിയുടെ കൺട്രോള്, മാനേജ്മെൻറ്റ്, ഇതൊക്കെ നിയന്ത്രിക്കുന്ന ഒരു മാർക്കറ്റ് സിസ്റ്റം, അത് മണി മാർക്കറ്റാണ്. ഓക്കെ, അപ്പോൾ ലിക്വിഡ് ഫണ്ട്സ് ആണ്, അല്ലെങ്കിൽ ക്യാഷ് റിലേറ്റഡ് ആയിട്ടുള്ള ലിക്വിഡ് ഫണ്ട് അല്ലെങ്കിൽ ഷോർട്ട് ടേം ഇൻസ്ട്രുമെൻസും ഷോർട്ട് ടേം ഫിനാൻഷ്യൽ അസറ്റ്സും ആണ് ഇവിടെ ട്രേഡ് ചെയ്യപ്പെടുന്നത്, മാർക്കറ്റ് ചെയ്യപ്പെടുന്നത്. ഇതിനെ മണി മാർക്കറ്റ് എന്ന് പറയുന്നു. ഇതിനെ നിയന്ത്രിക്കുന്നത് നിങ്ങൾക്കറിയാം, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അല്ലേ? നമ്മുടെ ഇന്ത്യയിൽ RBI ആണ് റെഗുലേറ്റർ ഓഫ് മണി മാർക്കറ്റ്. ഓക്കെ, ഇപ്പോൾ മണി മാർക്കറ്റിൽ ഡീൽ ചെയ്യുന്ന പല സെക്യൂരിറ്റീസും ഫിക്സഡ് ഇൻകം സെക്യൂരിറ്റീസ് തന്നെയാണ്, പക്ഷെ എന്താ, ഷോർട്ട് ടേം സെക്യൂരിറ്റീസ് ആണെന്ന് മാത്രം. ഓക്കെ, സോ വാട്ട് ആർ ദി മണി മാർക്കറ്റ് സെക്യൂരിറ്റീസ്? ഇത് നിങ്ങൾ കൂടുതലായിട്ട് ഫിനാൻഷ്യൽ മാർക്കറ്റ്സ് ആൻഡ് സർവീസസ് ഒക്കെ പഠിക്കുമ്പോൾ കൂടുതൽ പഠിക്കും. അപ്പോൾ അതുകൊണ്ട് ഇവിടെ കൂടുതൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നില്ല, പക്ഷെ എന്തൊക്കെയാണെന്ന് നോക്കിയിട്ട് പോവാം. ഓക്കെ, മേജർ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മണി മാർക്കറ്റ് സെക്യൂരിറ്റീസ്. അപ്പം മണി മാർക്കറ്റ് സെക്യൂരിറ്റീസിൽ വരാവുന്ന ഇൻസ്ട്രുമെൻസിൻ്റെ പ്രധാനപ്പെട്ട ക്യാരക്ടർ, കുറേയധികം ഇൻസ്ട്രുമെൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ഇൻസ്ട്രുമെൻസിനൊക്കെ പൊതുവായിട്ടുള്ള ചില ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാ? ഒന്ന്, അത് വളരെ ഷോർട്ട് ടേം നേച്ചർ ആയിരിക്കും അല്ലേ? എന്താ ഷോർട്ട് ടേം നേച്ചർ? ചില സമയത്ത് ചില സെക്യൂരിറ്റീസൊക്കെ 30 days, 90 days, ക്ലിയർ, 15 days, ഓക്കെ, 15 days to 364 days വരെ. അപ്പോൾ ഒരു വർഷത്തിൽ താഴെയുള്ള മെച്യൂരിറ്റി പീരീഡുള്ള സെക്യൂരിറ്റീസുകളായിരിക്കും. ചിലപ്പോൾ അത് 15 ദിവസമോ അല്ലെങ്കിൽ 20 ദിവസമോ അല്ലെങ്കിൽ ഒരു മാസമോ ഒക്കെ പീരീഡ് വരാം, അല്ലെങ്കിൽ അതിനേക്കാളും കൂടുതൽ പീരീഡ് വരാം. ഓക്കെ, ഏതുവരെ ആവാം? മാക്സിമം 364 days. അപ്പം ഇത്രയും ഒരു വർഷത്തിൽ താഴെ മെച്യൂരിറ്റി പീരീഡുള്ള ഇൻസ്ട്രുമെൻറ്റ്സ്. അപ്പോൾ ഷോർട്ട് ടേം ആണ്. ദെൻ ലോ റിസ്ക്. ഇങ്ങനെയുള്ള സെക്യൂരിറ്റീസ് മിക്കവാറും ഇഷ്യൂ ചെയ്യുന്ന ക്രെഡിബിൾ ആയിട്ടുള്ള ഓർഗനൈസേഷൻസ് ആയിരിക്കും. വളരെ ഷോർട്ട് പീരീഡിലായിരിക്കും അതിൻ്റെ മെച്യൂരിറ്റി വരിക. അതുകൊണ്ട് തന്നെ റിസ്കിൻ്റെ നേച്ചർ എന്തായിരിക്കും? കുറവായിരിക്കും. കാരണം ഫ്യൂച്ചർ ആണ് റിസ്ക് കൊണ്ടുവരുന്നത് അല്ലേ? ഫ്യൂച്ചർ ഈസ് അൺസർട്ടൺ ആൻഡ് ദെയർഫോർ ദെയർ ഇൻവോൾവ്സ് റിസ്ക്. ക്ലിയർ? അൺസർട്ടനിറ്റി വരുന്നതുകൊണ്ടാണ് റിസ്ക്. നമ്മൾ വളരെ പെട്ടെന്ന് തന്നെ ഇതിനെ റിയലൈസ് ചെയ്യുന്നു അല്ലേ, ഷോർട്ട് പീരീഡ് ആയതുകൊണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ റിസ്ക് എന്തായിരിക്കും? കുറവായിരിക്കും. മാത്രമല്ല മിക്കവാറും റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഓർഗനൈസേഷൻസും ഒക്കെ ആയിരിക്കും ഇത് ഇഷ്യൂ ചെയ്യുന്നത്. അതുകൊണ്ട് റിസ്ക് വളരെ കുറവാണ്. ദെൻ ഹൈ ലിക്വിഡിറ്റി. ഇതിന് എന്തുണ്ട്? ലിക്വിഡിറ്റി വളരെ കൂടുതലാണ്. കാരണം ഇത് നഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ഇതിനെ ക്യാഷാക്കി മാറ്റുന്നതിന് പ്രോബ്ലം നേരിടാനുള്ള സാധ്യത വളരെ കുറവാണ്. ഓക്കെ, അപ്പോൾ പെട്ടെന്ന് നമുക്ക് ക്യാഷാക്കി റിയലൈസ് ചെയ്യാം. ക്യാപിറ്റൽ ലോസ് വളരെ ഇല്ലാതെ തന്നെ ക്യാഷാക്കി മാറ്റാനുള്ള എബിലിറ്റിക്ക് പറയുന്ന പേരാണ് എന്ത്? ലിക്വിഡിറ്റി. ഇപ്പം ലിക്വിഡിറ്റി വളരെ കൂടുതലാണ്. ദെൻ ക്ലോസ് ടു മണി. ദീസ് സെക്യൂരിറ്റീസ് ആർ സംടൈംസ് കോൾഡ് ആസ്
നിയർ മണി സെക്യൂരിറ്റീസ്. ചില സെക്യൂരിറ്റീസിനൊക്കെ എന്ത് പറയുന്നു? നിയർ മണി സെക്യൂരിറ്റി. എന്താ നിയർ മണി സെക്യൂരിറ്റി അല്ലെങ്കിൽ ക്ലോസ് ടു മണി എന്ന് പറയുന്നത്? പെട്ടെന്ന് ക്യാഷാക്കി മാറ്റാൻ പറ്റും. ഓക്കെ, അപ്പോൾ ക്യാഷിനെ പോലെ തന്നെ മണിയെ പോലെ തന്നെ നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു സെക്യൂരിറ്റീസാണ് ഇത്. ഓക്കെ, സോ ദാറ്റ് ഈസ് വൈ ക്ലോസ് ടു മണി ഓർ നിയർ മണി. ഓക്കെ, ശരി. ഇതിൽ ചില ഇൻസ്ട്രുമെൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ മണി മാർക്കറ്റ് എന്താണെന്ന് പറഞ്ഞു. എന്താണ് മണി മാർക്കറ്റ്? മണി മാർക്കറ്റ് ഈസ് എ മാർക്കറ്റ് ഫോർ ഷോർട്ട് ടേം സെക്യൂരിറ്റീസ്. ഓക്കെ, ആൻഡ് ഇൻ ഇന്ത്യ ഇറ്റ് ഈസ് ബീയിങ് റെഗുലേറ്റഡ് ബൈ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. എന്തൊക്കെയാണ് അതിൽ ഇൻവോൾവ് ചെയ്യുന്നത്? ആരൊക്കെയാണ് അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്? ദ പാർട്ടിസിപ്പൻസ് ഇൻ ദ മണി മാർക്കറ്റ് ആർ banks, financial institutions, okay, government, joints of companies, public sector undertakings, okay. അപ്പോൾ ഇങ്ങനെ കുറേയധികം ഇൻസ്റ്റിറ്റ്യൂഷൻസും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇതെല്ലാം കൂടെ ചേർന്നിട്ടാണ് പാർട്ടിസിപ്പൻസ് വരിക. ഇപ്പോഴെല്ലാം മണി മാർക്കറ്റിൽ ആര് കൂടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു? ഇൻഡിവിജ്വൽ ഇൻവെസ്റ്റേഴ്സ് കൂടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, മ്യൂച്വൽ ഫണ്ട് ഓർഗനൈസേഷൻസ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഇൻഷുറൻസ് കമ്പനികൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം ഇങ്ങനെ കുറേയധികം ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻവോൾവ് ചെയ്യുന്നതാണ് മണി മാർക്കറ്റ്. മിക്കവാറും ബൈ ആൻഡ് ലാർജ് ഇൻ ഇന്ത്യ മണി മാർക്കറ്റ്സ് ആർ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻ നേച്ചർ. ഓക്കെ, ഇൻഡിവിജ്വൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ അളവും ഒക്കെ വളരെ കുറവാണ്, അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ എമൗണ്ടൊക്കെ വളരെ കുറവാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നു? ഇൻസ്റ്റിറ്റ്യൂഷണൽ മാർക്കറ്റ് മെക്കാനിസമാണ് മണി മാർക്കറ്റ് എന്ന് പറയുന്നത്. അവിടെ മിക്കവാറും പാർട്ടിസിപ്പൻസും ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. ഓക്കെ, ഇങ്ങനെ മണി മാർക്കറ്റിൽ ട്രേഡ് ചെയ്യപ്പെടുന്ന, വാങ്ങിക്കുകയും വിൽക്കുകയും ചെയ്യുന്ന സെക്യൂരിറ്റീസിനെയാണ് എന്ത് പറയുന്നത്? മണി മാർക്കറ്റ് സെക്യൂരിറ്റീസ്. ഓക്കെ, എന്തൊക്കെയാണ് മണി മാർക്കറ്റ് സെക്യൂരിറ്റീസ്? ഓരോ മണി മാർക്കറ്റ് സെക്യൂരിറ്റീസിനെയും, കുറേയധികം മണി മാർക്കറ്റ് സെക്യൂരിറ്റീസ് ഉണ്ട്. അതിൽ ഓരോ മണി മാർക്കറ്റ് സെക്യൂരിറ്റീസിനെയും നമുക്ക് ഒരു സെപ്പറേറ്റ് സബ് മാർക്കറ്റായിട്ട് പറയാം. എന്തായിട്ട് പറയാം? എ സബ് മാർക്കറ്റ് ഓഫ് മണി മാർക്കറ്റ്. മണി മാർക്കറ്റിന് തന്നെ സബ് മാർക്കറ്റായിട്ട് പറയാം. ക്ലിയർ? അതുകൊണ്ട് ഓരോ സെക്യൂരിറ്റീസിനും എന്തുണ്ട്? അതിൻ്റേതായിട്ടുള്ള ഒരു സബ് മാർക്കറ്റ് ഉണ്ട്. മണി മാർക്കറ്റിൻ്റെ തന്നെ ഒരു സബ് മാർക്കറ്റ്. ഓക്കെ, അപ്പം മണി മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ടൊരു മാർക്കറ്റ് നമുക്ക് ഫിസിക്കലി എക്സിസ്റ്റ് ചെയ്യുന്നില്ല കേട്ടോ. പിന്നെന്താ ഉള്ളത്? ഓരോരോ സെക്യൂരിറ്റീസും അതിൻ്റേതായിട്ടുള്ള മാർക്കറ്റ് മെക്കാനിസം. ഓക്കെ, അപ്പോൾ ഫോർ എക്സാമ്പിൾ മണി മാർക്കറ്റിൻ്റെ ഇൻസ്ട്രുമെൻറ്റ്സ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന കാര്യമാണ് ട്രഷറി ബിൽ, കൊമേഴ്ഷ്യൽ പേപ്പർ, സർട്ടിഫിക്കറ്റ് ഓഫ് ഡിപ്പോസിറ്റ്സ്, റിപ്പോ. ഓക്കെ, ഇങ്ങനെ ഓരോന്നിനും, ഈ പറഞ്ഞിട്ടുള്ള ഓരോന്നിനും ഓരോരോ സബ് മാർക്കറ്റ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ പേരിലാണ് അത് അറിയപ്പെടുന്നത്. ഫോർ എക്സാമ്പിൾ ട്രഷറി ബില്ലിൻ്റെ മാർക്കറ്റിനെ നമ്മൾ എന്ത് പറയുന്നു? ടി ബിൽ മാർക്കറ്റ് ഓർ ട്രഷറി ബിൽ മാർക്കറ്റ്. ഓക്കെ, കൊമേഴ്ഷ്യൽ പേപ്പർ ആകുമ്പോൾ എന്ത് പറയും? CP മാർക്കറ്റ് അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ പേപ്പർ മാർക്കറ്റ്. ഓക്കെ, അതുപോലെ തന്നെ സർട്ടിഫിക്കറ്റ് ഓഫ് ഡിപ്പോസിറ്റ്സ് ആണ് എന്ത് പറയും? CD മാർക്കറ്റ് അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് ഓഫ് ഡിപ്പോസിറ്റ് മാർക്കറ്റ്. ഓക്കെ, ഇങ്ങനെ ഓരോ സബ് മാർക്കറ്റുകളെയും പ്രത്യേക പേരിലാണ് അറിയപ്പെടുന്നത്. ഓക്കെ, അതിൻ്റെ പേരിലാണ് അറിയപ്പെടുന്നത്. ഓക്കെ, ഒന്നാമത്തെ കാര്യമാണ് ട്രഷറി ബിൽ. എന്താ ട്രഷറി ബിൽ? പെട്ടെന്ന് നോക്കി പോകാം. ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ പിന്നീട് വേറെ സബ്ജക്റ്റിൽ കോഴ്സിൽ പഠിക്കുന്നുണ്ട്. അതുകൊണ്ട് ട്രഷറി ബിൽസ് ആർ ഷോർട്ട് ടേം ഇൻസ്ട്രുമെൻറ്റ്സ് ഇഷ്യൂഡ് ബൈ government, okay, state government or central government, for raising their short term needs or short term financial requirement. Clear? First central government or state government or അല്ലെങ്കിൽ ഗവൺമെൻറ് അവരുടെ ഷോർട്ട് ടേം ആയിട്ടുള്ള ഫിനാൻഷ്യൽ റിക്വയർമെൻറ്റ്സ് മീറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഇഷ്യൂ ചെയ്യുന്ന ഷോർട്ട് ടേം സെക്യൂരിറ്റീസ് പറയുന്ന പേരാണെന്ത്? ട്രഷറി ബിൽസ്. ഓക്കെ, ഇപ്പോൾ ട്രഷറി ബിൽസ് പല മെച്യൂരിറ്റി പീരീഡിലുള്ളതുണ്ട്. 90 ഡേയ്സിൻ്റെ ഉണ്ട്, 180 ഡേയ്സിൻ്റെ ഉണ്ട്, 364 ഡേയ്സിൻ്റെ ഉണ്ട്. ഇങ്ങനെ പല രീതിയിലും ട്രഷറി ബിൽസ് ഇഷ്യൂ ചെയ്യാറുണ്ട്. അപ്പോൾ അതിൻ്റെ മെച്യൂരിറ്റി ഡേറ്റ് വെച്ചിട്ടാണ് അത് അറിയപ്പെടുന്നത്. 90 ഡേയ്സ് ട്രഷറി ബിൽ, 180 ഡേയ്സ് ട്രഷറി ബിൽ, ഇങ്ങനെയൊക്കെയാണ് അറിയപ്പെടുന്നത്. ഓക്കെ, ട്രഷറി ബിൽസ് നമ്മൾ ഷോർട്ടായിട്ട് എന്ത് പറയും? T, ക്യാപിറ്റൽ ലെറ്റർ T, ഒരു ഹൈഫൺ ബിൽ. അപ്പോൾ ടി ബിൽസ്, ടി ബിൽ എന്ന് പറഞ്ഞാൽ ട്രഷറി ബിൽ. ഓക്കെ, ഇപ്പം ഇങ്ങനെ നമ്മൾ എഴുതുമ്പോൾ അല്ലെങ്കിൽ പറയുമ്പോഴെല്ലാം ടി ബിൽ മാർക്കറ്റ്, അപ്പോൾ ട്രഷറി ബിൽ മാർക്കറ്റിനെ അങ്ങനെയും പറയാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ട്രഷറി ബില്ലിനെ കുറിച്ച് പറയാനുള്ളത്. ഓക്കെ, ഇപ്പോൾ ട്രഷറി ബിൽസിൻ്റെ പ്രത്യേകത എന്തായിരിക്കും? അതിനൊരു ഇൻട്രസ്റ്റ് റേറ്റ് ഉണ്ടാകും, പക്ഷേ
വളരെ കുറഞ്ഞ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആയിരിക്കും ഉണ്ടാവുക അല്ലേ. ഗവൺമെൻറ് ഇഷ്യൂ ചെയ്യുന്നതാണ്. ഗവൺമെൻറ് ഒരിക്കലും എന്ത് ചെയ്യില്ല, പരാജയപ്പെടുന്ന അല്ലെങ്കിൽ അവർ തിരിച്ചു കൊടുക്കാതിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവില്ല അല്ലേ. ഗവൺമെൻറ് കൈവശം എപ്പോഴും എന്തുണ്ടാവും, പൈസ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഉണ്ടാവും. അതുകൊണ്ട് ഗവൺമെൻറ് ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, ഫെയിൽ ആവുന്നില്ല, നിർത്തിപ്പോകുന്നില്ല. ക്ലിയർ. അതുകൊണ്ട് തന്നെ ട്രഷറി ബിൽസിലുള്ള റേറ്റ് മിക്കവാറും എന്താ, റിസ്ക് ഫ്രീ ആയിട്ടുള്ളൊരു റേറ്റ് ഓഫ് റിട്ടേൺ ആണ്. ക്ലിയർ. അപ്പോൾ റിസ്ക് ഫ്രീ റേറ്റ് ഓഫ് റിട്ടേൺ ആയിട്ട് നമുക്കൊക്കെ എടുക്കാൻ പറ്റുന്നതാണ് ട്രഷറി ബില്ലിൻ്റെ റേറ്റ്. ഓക്കെ. അപ്പോൾ ഇങ്ങനെ ട്രഷറി ബിൽ ഷോർട്ട് ടേം സെക്യൂരിറ്റീസ് ആണ്. ഓക്കെ. ഇനി അടുത്തത് നമുക്ക് നോക്കാം, കൊമേഴ്ഷ്യൽ പേപ്പർ. അടുത്ത് പറയുന്ന വേറൊരു ഇൻസ്ട്രുമെൻ്റ് ആണ് അല്ലേ, മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻ്റ് ആണെന്ത്, കൊമേഴ്ഷ്യൽ പേപ്പർ, CP എന്നാണ് പറയുക. ഇപ്പോൾ CPസിൻ്റെ പ്രത്യേകത എന്താ, വളരെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ലാർജ് കൺസേൺസ് കമ്പനികൾ, ക്രെഡിറ്റ് വർത്തി കമ്പനികൾ, നല്ല ഗുഡ് വില്ലും റെപ്യൂട്ടേഷനുള്ള കമ്പനികൾ, അവരുടെ ഷോർട്ട് ടേം ഫിനാൻഷ്യൽ റിക്വയർമെൻറ്റ്സിന് വേണ്ടി കുറച്ച് പൈസ ആവശ്യമായിട്ട് വരുമ്പോൾ, ഷോർട്ട് പീരീഡിൽ ആയിട്ട് വരുമ്പോൾ അവരെന്ത് ചെയ്യുന്നു, മാർക്കറ്റിൽ ഇഷ്യൂ ചെയ്യുന്ന ഇൻസ്ട്രുമെൻ്റാണ്, കടപ്പത്രമാണ് എന്ത്, കൊമേഴ്ഷ്യൽ പേപ്പർ. അപ്പോൾ ഈ കൊമേഴ്ഷ്യൽ പേപ്പർ ആര് ഇഷ്യൂ ചെയ്യുന്നതാ, റെപ്യൂട്ടഡ് ആയിട്ടുള്ള കമ്പനികളാണ്, ക്രെഡിറ്റ് വർത്തി കമ്പനികളാണ് അല്ലെങ്കിൽ വെൽ നോൺ ആയിട്ടുള്ള കമ്പനികൾ. എങ്ങനെയുള്ള കമ്പനികളായിരിക്കും, ലാർജ് സൈസ് അണ്ടർടേക്കിംഗ് അല്ലേ. ഇപ്പോൾ ടാറ്റ അല്ലേ, ടിസ്കോ എന്ന് പറയുന്ന പോലെ, അല്ലെങ്കിൽ ടാറ്റ മോട്ടേഴ്സ്, അല്ലെങ്കിൽ റിലയൻസ്. ഇപ്പോൾ ഇവരൊക്കെ അവർക്ക് പൈസ ആവശ്യമായിട്ട് വരുമ്പോൾ, ഷോർട്ട് ടേം ആയിട്ട് വരുമ്പോൾ, ഷോർട്ട് ടേം മണി ആവശ്യമായിട്ട് വരുമ്പോൾ, ഷോർട്ട് ടേം ക്യാപിറ്റൽ ആവശ്യമായിട്ട് വരുമ്പോൾ, ഇക്വിറ്റി ആയിട്ട് അവരൊന്നും ചെയ്യുന്നില്ല അല്ലേ. അവർ അല്ലെങ്കിൽ എന്ത് ചെയ്യും, ബാങ്കിനെ അപ്രോച്ച് ചെയ്യും. അതർവൈസ് they will issue certain instrument that is called commercial paper. അപ്പോൾ അതെന്താ, ഒരു പ്രോമിസറി നോട്ട് പോലെയാണ് അല്ലേ. ഇന്ന പീരീഡിലേക്ക് ഇത്ര എമൗണ്ട് നിങ്ങൾ കടമായിട്ട് വാങ്ങിച്ചിരിക്കുന്നു, ഒരു ബിൽ ഓഫ് എക്സ്ചേഞ്ച് പോലെ, ഒരു നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് പോലെ നമ്മൾ എന്ത് ചെയ്യുന്നു, വാങ്ങിക്കുന്നു, കടം വാങ്ങിക്കുന്നു. ഒരു നിശ്ചിത പീരീഡ് അതിലുണ്ടാവും, ഇത്ര ദിവസം. ഫോർ എക്സാമ്പിൾ 15 days, 15 ദിവസമാണ് പരമാവധി, ഏറ്റവും കുറഞ്ഞ പീരീഡ് എന്ന് പറയുന്നത്. കൂടുതൽ പീരീഡ് 180 days 364 days വരെ അത് ഇഷ്യൂ ചെയ്യാം. അപ്പോൾ ഇങ്ങനെ കൊമേഴ്ഷ്യൽ പേപ്പർ കമ്പനികൾ ഇഷ്യൂ ചെയ്യുന്ന ഇൻസ്ട്രുമെൻ്റ് ആണ്. കമ്പനികളുടെ ഷോർട്ട് ടേം റിക്വയർമെൻറ്റ്സിന് വേണ്ടിയിട്ടാണ് ഇഷ്യൂ ചെയ്യുന്നത്. CPസിൻ്റെ വേറൊരു പ്രത്യേകത, ലാർജ് എമൗണ്ട് ഡിനോമിനേറ്റഡ് ആണ്. ഒരു CP വാങ്ങിക്കണമെങ്കിൽ ചിലപ്പോൾ അത് 5 ലക്ഷം അല്ലെങ്കിൽ 25 ലക്ഷം ഇങ്ങനെയുള്ള ഡിനോമിനേഷനിലാണ് ഇറക്കുക. അപ്പോൾ സാധാരണ ഒരു സ്മോൾ ഇൻവെസ്റ്റേഴ്സിനൊന്നും അതിലേക്ക് കൊണ്ടുപോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ക്ലിയർ. അപ്പോൾ ബാങ്കുകളോ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനോ അല്ലെങ്കിൽ മറ്റുള്ള കമ്പനികളോ ഒക്കെ എന്ത് ചെയ്യാം, അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടി CPs വാങ്ങിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഇൻസ്റ്റിറ്റ്യൂഷണൽ പാർട്ടിസിപ്പൻസ് ആണ് ഉള്ളതുകൊണ്ട് ഓരോ CPയുടെയും ഡിനോമിനേഷൻ അല്ലേ, അതെന്തായിരിക്കും, വളരെ കൂടുതലായിരിക്കും. ലാക്സ് ഓഫ് റുപ്പീസ്, 5 lakh rupees, 25 lakh rupees ഇങ്ങനെയൊക്കെ ആയിരിക്കും ഇഷ്യൂ ചെയ്യുക. Then next money market security is called certificate of deposit, CD. എന്താണ് സർട്ടിഫിക്കറ്റ് ഓഫ് ഡിപ്പോസിറ്റ്? എന്താ സർട്ടിഫിക്കറ്റ് ഓഫ് ഡിപ്പോസിറ്റ്? ഇത് എൻ്റെ പേര് പറയുന്നപ്പോൾ തന്നെ ഡിപ്പോസിറ്റ് ചെയ്തിരിക്കുന്നതിനുള്ളൊരു സർട്ടിഫിക്കറ്റാണ്. ഏതുപോലെ നമ്മൾ ബാങ്കിൽ കൊണ്ടുപോയി പൈസ ഡിപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഫിക്സഡ് ഡിപ്പോസിറ്റ് റെസീറ്റ് കിട്ടും അല്ലേ. അതുപോലെ ഇവിടെ എന്ത് ചെയ്യുന്നു, ബാങ്കിലുള്ള ഒരു ഡിപ്പോസിറ്റ്സിനെ കാണിക്കുന്നതിന് വേണ്ടി ഇഷ്യൂ ചെയ്യപ്പെടുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ് സർട്ടിഫിക്കറ്റ് ഓഫ് ഡിപ്പോസിറ്റ്സ്, CD എന്ന് പറയും. സോ സർട്ടിഫിക്കറ്റ് ഓഫ് ഡിപ്പോസിറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് ടൈം ഡിപ്പോസിറ്റ് വിത്ത് ദ ബാങ്ക്. ബാങ്കിൽ ചെയ്തിരിക്കുന്ന ഡിപ്പോസിറ്റ് ആണ്. സോ ഓൺലി എ ബാങ്ക് ക്യാൻ ഇഷ്യൂ എ CD. ആർക്കാണ് അപ്പോൾ ഇഷ്യൂ ചെയ്യാൻ പറ്റുക, ബാങ്കുകളാണ് ഇഷ്യൂ ചെയ്യുന്നത്. അപ്പോൾ ഇതും എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്, ഈ CD ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കടം വാങ്ങിക്കാൻ പറ്റും അല്ലേ, ബോറോ ചെയ്യാൻ പറ്റും. അപ്പം ഇങ്ങനെ സർട്ടിഫിക്കറ്റ് ഓഫ് ഡിപ്പോസിറ്റ്സിനെ ബേസ് ചെയ്തുകൊണ്ട് മണി എന്ത് ചെയ്യാം, ഷോർട്ട് ടേം ആയിട്ടുള്ള റിക്വയർമെൻറ്റിന് വേണ്ടി എമൗണ്ട് ബോറോ ചെയ്യാൻ പറ്റും മണി മാർക്കറ്റിൽ നിന്ന്. അപ്പോൾ ഇതാണ് മണി മാർക്കറ്റിലുള്ള വേറൊരു സബ് മാർക്കറ്റ് അല്ലെങ്കിൽ സെഗ്മെൻറ്റ്. ദാറ്റ് ഈസ് സർട്ടിഫിക്കറ്റ് ഓഫ് ഡിപ്പോസിറ്റ്സ്. ഇതിലും ഇൻസ്റ്റിറ്റ്യൂഷണൽ പാർട്ടിസിപ്പൻസ് ആണ് കൂടുതൽ വരിക. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ മിനിമം ഡിനോമിനേഷനൊക്കെ 1 lakh rupee, 1 ലക്ഷം രൂപ മുതൽ 5 ലക്ഷം അല്ലെങ്കിൽ കൂടുതലായിട്ടൊക്കെ ഇഷ്യൂ ചെയ്യാറുണ്ട്. അപ്പോൾ ലാർജ്ലി ഡിനോമിനേറ്റഡ് ആയിട്ടുള്ള സെക്യൂരിറ്റീസ് ആയിരിക്കും അത് ഇഷ്യൂ ചെയ്യപ്പെടുന്നത്. 7 days
ഓക്കെ, ഇതിൻ്റെ മെച്യൂരിറ്റി പീരീഡ് ഈസ് നോട്ട് ലെസ് ദാൻ 7 days ആൻഡ് ഓക്കെ നോട്ട് എബോവ് 1 year. അപ്പോൾ ഇതാണ് എൻ്റെ മെച്യൂരിറ്റി പീരീഡ് എന്ന് പറയുന്നത്. ഒരു വർഷത്തിൽ കുറവും അല്ലെ 7 ദിവസത്തിന് അല്ലെങ്കിൽ 7 to 15 days വരെയുള്ള പീരീഡൊക്കെ മിനിമം ആയിട്ട് ഇഷ്യൂ ചെയ്യാറുണ്ട്. അതെ. നെക്സ്റ്റ് വൺ ഈസ് കോൾഡ് റീപർച്ചേസ് എഗ്രിമെൻറ്റ് ഓർ റീപർച്ചേസ് ഓപ്ഷൻസ് എന്ന് പറയും. റിപ്പോ എന്നുള്ള പേരിലാണ് അറിയപ്പെടുക അല്ലേ. നിങ്ങൾക്ക് തന്നെ ചിലപ്പോൾ ഫിനാൻഷ്യൽ മാർക്കറ്റ്സിൻ്റെ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ന്യൂസൊക്കെ വായിക്കും അല്ലെങ്കിൽ ബിസിനസ് ന്യൂസൊക്കെ വായിക്കുമ്പോൾ പ്രത്യേകിച്ച് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ക്രെഡിറ്റ് പോളിസിയുടെ അനൗൺസ്മെൻറ്റോ ഇൻട്രസ്റ്റ് റേറ്റിൻ്റെ റിവിഷനൊക്കെ വരുമ്പോഴൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റും അല്ലേ. അവിടെയൊക്കെ റിപ്പോ, റിവേഴ്സ് റിപ്പോ റേറ്റ് എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ എന്താണ് ഈ റിപ്പോ? റീപർച്ചേസ് ഓപ്ഷൻസ് എന്നതിൻ്റെ അബ്രീവിയേഷൻ അക്രോണിം ആയിട്ടാണ് എന്തുപയോഗിക്കുന്നത്? റിപ്പോ എന്നുള്ള ടേം ഉപയോഗിക്കുന്നത്. റീപർച്ചേസ് ഓപ്ഷൻസ്. എന്താണ് ഈ റീപർച്ചേസ് ഓപ്ഷൻ? ഇറ്റ് ഈസ് എൻ എഗ്രിമെൻറ്റ്. ഇറ്റ് ഈസ് നത്തിങ് ബട്ട് an agreement whereby an institution having certain securities in their hand sells their security to another institution. And in that agreement they will undertake to repurchase it back after a stipulated period of time. അപ്പോൾ ഒരു എൻറ്റിറ്റിയുടെ കൈവശമുള്ള ചില സെക്യൂരിറ്റീസിനെ എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന സെക്യൂരിറ്റീസിനെ അവരെന്ത് ചെയ്യുന്നു? എക്സ്ചേഞ്ച് ചെയ്യുന്നു, വേറൊരാൾക്ക് എക്സ്ചേഞ്ച് ചെയ്യുന്നു, അവർക്ക് വിൽക്കുന്നു. ക്ലിയർ? ഒരു കൺസിഡറേഷൻ നിശ്ചയിച്ച് വിൽക്കുന്നു. പക്ഷേ ആ വിൽപ്പന അബ്സല്യൂട്ടാണോ? അല്ല. അതിലൊരു എഗ്രിമെൻ്റ് കൂടെ ഉണ്ട് അല്ലേ, ഒരു കണ്ടീഷൻ കൂടെ ഉണ്ട്, ഒരു ഓപ്ഷൻ കൂടെ ഉണ്ട്. എന്താണത്? ടു റീപർച്ചേസ് ഇറ്റ് ബാക്ക്. തിരിച്ച് ഞങ്ങൾ ഇത്ര ദിവസം കഴിഞ്ഞിട്ട് വാങ്ങിച്ചോളാം എന്ന് പറഞ്ഞിട്ട് തിരിച്ച് വാങ്ങിച്ചോളാം എന്ന് പറഞ്ഞിട്ടാണ് ഇഷ്യൂ ചെയ്യുന്നത്, അത് കൊടുക്കുന്നത്. ക്ലിയർ? ഇങ്ങനെ കയ്യിലുള്ള സെക്യൂരിറ്റീസിനെ ആദ്യം വിൽക്കുകയും പിന്നീട് അത് റീപർച്ചേസ് ചെയ്യുകയും ചെയ്യുന്നത് കൊണ്ട്, അങ്ങനെയുള്ളൊരു എഗ്രിമെൻ്റ് ആയതുകൊണ്ട് ഇതിനെന്ത് പറയുന്നു? റിപ്പോ, റീപർച്ചേസ് ഓപ്ഷൻസ് ഓർ റീപർച്ചേസ് എഗ്രിമെൻറ്റ്സ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഇതും വേറൊരു സെക്യൂരിറ്റിയാണ്. ഫോർ എക്സാമ്പിൾ, കൊമേഴ്ഷ്യൽ ബാങ്കുകൾക്ക് പൈസ ആവശ്യമുണ്ടെന്ന് വിചാരിക്കുക. അവരുടെ കൈവശമാണെങ്കിൽ മണി, ക്യാഷ് ഇല്ല, പകരം എന്തുണ്ട്? സെക്യൂരിറ്റീസ് ഉണ്ട്. എന്താ സെക്യൂരിറ്റീസ്? ട്രേഡബിൾ ആയിട്ടുള്ള, എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന, അക്സെപ്റ്റബിൾ ആയിട്ടുള്ള, ഷോർട്ട് ടേം ആയിട്ടുള്ള സെക്യൂരിറ്റീസ് നിറയുണ്ട്. അപ്പോൾ അവരെന്ത് ചെയ്യുന്നു? ഇങ്ങനെയുള്ള സെക്യൂരിറ്റീസിനെ ട്രഷറി ബില്ലായിക്കോട്ടെ അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിരിക്കുന്ന ഇതായിക്കോട്ടെ, ബില്ല് ഓഫ് എക്സ്ചേഞ്ചുകളായിക്കോട്ടെ, ഇങ്ങനെയുള്ള സെക്യൂരിറ്റീസൊക്കെ ബാങ്കിൻ്റെ കൈവശം ഉണ്ടാവും. അതിൻ്റെ ഒന്നും മെച്യൂരിറ്റി ആയിട്ടുണ്ടാവില്ല. പക്ഷെ അവർക്കിപ്പോൾ പൈസ ആവശ്യമാണ്. അവരെന്ത് ചെയ്യുന്നു? റിസർവ് ബാങ്കിനോട് ആവശ്യപ്പെടുന്നു, ഞങ്ങൾക്ക് കുറച്ച് പൈസ വേണം. അപ്പോൾ റിസർവ് ബാങ്ക് എന്ത് ചെയ്യും? പൈസ കൊടുക്കും അല്ലേ. അപ്പോൾ അതിനുവേണ്ടി എന്ത് ചെയ്യും? അവർ ഈ സെക്യൂരിറ്റീസിനെ മുഴുവൻ, ബില്ല് ഓഫ് എക്സ്ചേഞ്ചുകളെയും മാർക്കറ്റബിൾ സെക്യൂരിറ്റീസിനെയും ഒക്കെ എന്ത് ചെയ്യുന്നു? റിസർവ് ബാങ്കിന് സെല്ല് ചെയ്തതായിട്ട് ഒരു എഗ്രിമെൻ്റ് വയ്ക്കുന്നു. ക്ലിയർ? പക്ഷേ ആ എഗ്രിമെൻറ്റിൽ തന്നെ പറയുന്നു, ഫോർ എക്സാമ്പിൾ 30 days കഴിഞ്ഞിട്ട്, 30 ദിവസം കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് വാങ്ങിച്ചോളാം എന്നുള്ള എഗ്രിമെൻറ്റിലാണ് ആദ്യം വിൽക്കുന്നത്. അപ്പോൾ ആദ്യം RBIക്ക് ഈ സെക്യൂരിറ്റീസ് വിറ്റ് പൈസ വാങ്ങിക്കുന്നു. എന്നിട്ടോ ഒരു 30 days കഴിയുമ്പോൾ അല്ലെങ്കിൽ 60 days കഴിയുമ്പോൾ 90 days കഴിയുമ്പോൾ എന്ത് ചെയ്യുന്നു? തിരിച്ച് അതേ സെക്യൂരിറ്റീസ് തന്നെ വാങ്ങിക്കുന്നു. ഇങ്ങനെ നമ്മൾ ബാങ്ക് റിസർവ് ബാങ്കിന് വിൽക്കുമ്പോൾ ഒരു എമൗണ്ട് കൺസിഡറേഷൻ ബാങ്കിന് കിട്ടും അല്ലേ. അതുപോലെ തന്നെ ഈ ബാങ്ക് റിസർവ് ബാങ്കിൽ നിന്നും തിരിച്ച് വാങ്ങിക്കുന്ന സമയത്ത് ഒരു പൈസ ആർക്ക് കൊടുക്കണം? റിസർവ് ബാങ്കിന് കൊടുക്കണം. ഇങ്ങനെ സെല്ലിംഗ് പ്രൈസും റീപർച്ചേസ് പ്രൈസും തമ്മിലുള്ള വ്യത്യാസമാണ് എന്തായിട്ട് വരിക? ഇൻട്രസ്റ്റ് ആയിട്ട് വരിക, ഇൻട്രസ്റ്റിന് റേറ്റ് ആയിട്ട് വരിക. അതിന് നമ്മൾ എന്ത് പറയുന്നു? റിപ്പോ റേറ്റ്, റീപർച്ചേസ് ഓപ്ഷൻസിൻ്റെ റേറ്റ് എന്ന് പറയും. റിപ്പോ റേറ്റ് എന്നാണ് അറിയപ്പെടുക. അപ്പോൾ ഇങ്ങനെ ഒരു റിപ്പോ പ്രധാനമായിട്ടും ബാങ്കുകളും RBIയും തമ്മിലൊക്കെ എന്തുണ്ട്? അതുപോലെ തന്നെ ബാങ്ക് ടു ബാങ്കുകൾ തമ്മിലും അതുപോലെ തന്നെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് തമ്മിലും ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ തമ്മിലൊക്കെ ആയിട്ട് എന്തുണ്ട്? റിപ്പോസ് നടക്കാറുണ്ട്. അപ്പോൾ റിപ്പോ ഒരു പ്രധാനപ്പെട്ട മാർക്കറ്റ് സെഗ്മെൻ്റ് ആണ് മണി മാർക്കറ്റിലെ. അപ്പോൾ അതാണ് വേറെ ഒരു മണി മാർക്കറ്റ് സെഗ്മെൻറ്റ് അല്ലെങ്കിൽ സബ് മാർക്കറ്റ്സ്. കൂടുതൽ നിങ്ങൾ ഫിനാൻഷ്യൽ മാർക്കറ്റ്സിൽ കൂടുതൽ പഠിക്കും. അപ്പോൾ നമ്മൾ ആ സമയത്ത് ഡിസ്കസ് ചെയ്യും കേട്ടോ. ദെൻ അടുത്തത് ഇതിൻ്റെ തന്നെ ഒരു മിറർ വ്യൂ ആയിട്ടുള്ള, ഒരു മിറർ ഇമേജ് ആയിട്ട് വരാവുന്ന വേറൊരു എഗ്രിമെൻ്റ് ആണ് റിവേഴ്സ് റിപ്പോ.
റിവേഴ്സ് റിപ്പോ എന്ന് പറയുന്നത് എന്താ? ഇതിൻ്റെ ഒരു മിറർ ഇമേജ് എന്ന് വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ റിവേഴ്സ് ആയിട്ട് വരുന്ന ഒരു കാര്യം, ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ഒരു കാര്യം. ഓക്കെ, എന്താണ് അവിടെ എന്ത് ചെയ്യുന്നത് നമ്മൾ? ഫോർ എക്സാമ്പിൾ, നേരത്തെ നമ്മൾ പറഞ്ഞത് എന്തായിരുന്നു? ബാങ്കുകൾ പൈസ ആവശ്യപ്പെടുന്ന സമയത്ത് റിസർവ് ബാങ്കിന് നൽകി, അല്ലേ, റിസർവ് ബാങ്ക് കടം കൊടുക്കുന്നു എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്, അല്ലേ. ഇനി തിരിച്ചാണെങ്കിലോ, റിസർവ് ബാങ്കിൽ, അല്ലേ, കൈവശം ഓക്കെ അവർക്ക് കുറച്ച് പൈസ ആവശ്യമായിട്ട് വന്നു. അപ്പോൾ അവരെന്ത് ചെയ്യും? ബാങ്കിൻ്റെ കയ്യിൽ നിന്ന് എന്ത് ചെയ്യും? കുറച്ച് എമൗണ്ട് ഉള്ളത് വാങ്ങിക്കും, അല്ലേ. ഇപ്പോൾ RBI എന്ത് ചെയ്യും? ഇതിനെ തിരിച്ച് കൊടുക്കും. ഓക്കെ, അപ്പോൾ RBIയുടെ കൈവശമുള്ള സെക്യൂരിറ്റീസിനെ ഓക്കെ കൊടുത്തിട്ട് ശേഷം എന്ത് ചെയ്യും? അതിനെ വീണ്ടും തിരിച്ചു വാങ്ങിക്കാൻ വേണ്ടി അവർ എഗ്രിമെൻ്റ് ചെയ്യും. ഓക്കെ, ഇങ്ങനെ വരുമ്പോൾ അതിനെന്ത് പറയാം? മിറർ ഇമേജ് ഓഫ് റിപ്പോ, ദാറ്റ് ഈസ് കോൾഡ്. അപ്പോൾ റിവേഴ്സ് റിപ്പോ എഗ്രിമെൻറ്റിൽ തന്നെ ഒരു മിറർ ഇമേജ് ആയിട്ട്, ഒരു റിവേഴ്സ് ട്രേഡിംഗ് ആയിട്ട്, ഒരു റിവേഴ്സ് എക്സ്ചേഞ്ച് ട്രാൻസാക്ഷൻ ആയിട്ട് വരുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് റിപ്പോ ആൻഡ് റിവേഴ്സ് റിപ്പോ. ഇതൊരു മാർക്കറ്റായിട്ട് നമുക്ക് പറയാൻ പറ്റും. ദെൻ മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻ്റ് ആണ്. ദെൻ അടുത്തത് എന്താണ്? ബാങ്കേഴ്സ് അക്സെപ്റ്റൻസ്, വേറൊരു ഇൻസ്ട്രുമെൻ്റ് ആണ്. ബാങ്കേഴ്സ് അക്സെപ്റ്റൻസ് പ്രധാനമായിട്ടും ഫോറിൻ ട്രേഡൊക്കെ നടക്കുന്ന സമയത്ത്, അല്ലേ, ഒരു ഇമ്പോർട്ടറും എക്സ്പോർട്ടറൊക്കെ ഉണ്ടാവും. എക്സ്പോർട്ട് ചെയ്യുന്ന ആൾ ഇമ്പോർട്ട് ചെയ്യുന്ന ആൾക്ക് സാധനങ്ങൾ കൊടുക്കും, അല്ലേ. അപ്പോൾ ഇമ്പോർട്ട് ചെയ്യുന്ന ആൾ എന്ത് ചെയ്യണം? തിരിച്ചതിൻ്റെ കൺസിഡറേഷൻ എക്സ്പോർട്ടർക്ക് നൽകണം. പക്ഷേ എക്സ്പോർട്ടർ വേറൊരു രാജ്യത്താണ്, ഇമ്പോർട്ടർ വേറൊരു രാജ്യത്താണ്. ഇങ്ങനെയുള്ള ഒരു പ്രോബ്ലം വരുന്ന സമയത്ത് ഈ പരസ്പരം ആളുകൾ അറിയാത്തത് കൊണ്ട് ഓക്കെ എക്സ്പോർട്ടറുടെ ഒരു ഉറപ്പിന് വേണ്ടി, എക്സ്പോർട്ടർക്കൊരു സെക്യൂരിറ്റിക്ക് വേണ്ടി എന്ത് ചെയ്യാറുണ്ട്? പലപ്പോഴും ഇമ്പോർട്ടർ നൽകുന്ന ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഓക്കെ ഏതെങ്കിലും ഒരു റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു ബാങ്കിനെ കൊണ്ട് അക്സെപ്റ്റ് ചെയ്ത് വാങ്ങിക്കാറുണ്ട്. ഓക്കെ, എൻഡോസ് ചെയ്ത് വാങ്ങിക്കാറുണ്ട്, ഗ്യാരണ്ടി ചെയ്തുകൊണ്ട് വാങ്ങിക്കാറുണ്ട്. ഇങ്ങനെ ഒരു ഫോറിൻ ട്രേഡ് ട്രാൻസാക്ഷൻസിൽ വരാവുന്ന ബിൽ ഓഫ് എക്സ്ചേഞ്ചുകൾ അക്സെപ്റ്റൻസ് നൽകി ഓക്കെ അല്ലെങ്കിൽ ഗ്യാരണ്ടി പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടി ഇഷ്യൂ ചെയ്യുന്ന ഷോർട്ട് ടേം ആയിട്ടുള്ള ഇൻസ്ട്രുമെൻറ്റ്സ് ആണ് ബാങ്കേഴ്സ് അക്സെപ്റ്റൻസ്. അപ്പോൾ ഇതും മണി മാർക്കറ്റിൽ വേറൊരു സബ് മാർക്കറ്റായിട്ട് വരാറുണ്ട്. ഓക്കെ, ഇതിനെ വേറെ പേരിലും പല പേരിലും അറിയപ്പെടാറുണ്ട്. ഡിസ്കൗണ്ട് മാർക്കറ്റ് എന്നുള്ള പേരിൽ അറിയപ്പെടാറുണ്ട്. ഓക്കെ, അക്സെപ്റ്റൻസ് മാർക്കറ്റ് എന്നുള്ള പേരിലും അറിയപ്പെടാറുണ്ട്. ഓക്കെ, ഇതിന് പുറമേ മണി മാർക്കറ്റ്സ് ഉണ്ട്, സെഗ്മെൻറ്റ്സ് ഒക്കെ ഉണ്ട്. ഓക്കെ, ദാറ്റ് ഈസ് ട്രേഡ് ബില്ലുകളൊക്കെ, കൊമേഴ്ഷ്യൽ ബില്ലുകളൊക്കെ മാർക്കറ്റ് ചെയ്യുന്നതിന് വേണ്ടി, അതിൻ്റെ ഡിസ്കൗണ്ടിങ് ഒക്കെ ചെയ്യുന്നതിന് വേണ്ടി ഒരു മാർക്കറ്റ് സെഗ്മെൻറ്റ് ഉണ്ട്. ഓക്കെ, അതിന് നമ്മൾ കൊമേഴ്ഷ്യൽ ബിൽ മാർക്കറ്റ് എന്ന് പറയും, അല്ലെങ്കിൽ ട്രേഡ് ബിൽ മാർക്കറ്റ് എന്ന് പറയും. ഓക്കെ, അവിടെ ഡിസ്കൗണ്ടിങ് ഓഫ് കൊമേഴ്ഷ്യൽ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ആണ് നടക്കുക. ഇങ്ങനെ കുറേയധികം മാർക്കറ്റ് സെഗ്മെൻറ്റുകൾ ഉൾപ്പെടുന്നതാണ് മണി മാർക്കറ്റ്. അപ്പോൾ ഈ മണി മാർക്കറ്റും ഇതിൻ്റെ ഭാഗമാണ്, ഫിക്സഡ് ഇൻകം സെക്യൂരിറ്റീസിൻ്റെ ഭാഗമാണ്. ഓക്കെ സോ നമ്മൾ ഫിക്സഡ് ഇൻകം സെക്യൂരിറ്റീസിൽ രണ്ട് ടൈപ്പ് ഓഫ് സെക്യൂരിറ്റീസിനെ കുറിച്ച് പഠിച്ചു, അല്ലേ. എന്തൊക്കെയാണ് അപ്പോൾ അത്? ലോങ് ടേം ആയിട്ടുള്ള സെക്യൂരിറ്റീസ് ഉണ്ട്, ഷോർട്ട് ടേം ആയിട്ടുള്ള സെക്യൂരിറ്റീസ് ഉണ്ട്. ലോങ് ടേം സെക്യൂരിറ്റീസ് പഠിച്ചപ്പോൾ എന്തൊക്കെയാണ് പഠിച്ചത്? ഡിബെഞ്ചറിനെ കുറിച്ച് പഠിച്ചു, അതുപോലെ തന്നെ ഗവൺമെൻറ് ഒക്കെ ഇഷ്യൂ ചെയ്യുന്ന ബോണ്ടുകളെ കുറിച്ചും പറഞ്ഞു, അല്ലേ. അതുപോലെ തന്നെ ഷോർട്ട് ടേം ആയിട്ടുള്ളതിൽ മണി മാർക്കറ്റ് സെക്യൂരിറ്റീസും പറയണ്ടായി. ഓക്കെ, ഇതിൽ ഗവൺമെൻറ് സെക്യൂരിറ്റീസിനെ കുറിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടെ നമുക്ക് നോക്കാം. എന്താണ് ഗവൺമെൻറ് സെക്യൂരിറ്റീസ്? ഇതിനെ GSEC എന്നുകൂടെ പറയാറുണ്ട്. G സ്റ്റാൻഡ്സ് ഫോർ ഗവൺമെൻറ് -SEC. SEC എന്താ? സെക്യൂരിറ്റി. ഓക്കെ, അപ്പോൾ GSEC എന്താ? ഗവൺമെൻറ് സെക്യൂരിറ്റീസ്. ഗവൺമെൻറ് സെക്യൂരിറ്റീസിൻ്റെ പ്രത്യേകത, ഗവൺമെൻറ് ആണ് ഇവിടെ കടം വാങ്ങിക്കുന്നത്, അല്ലേ. അപ്പോൾ ഇൻവെസ്റ്റേഴ്സ് ആരായിരിക്കാം? മേ ബി പബ്ലിക് ആവാം, ബാങ്കുകളാവാം, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആവാം, ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനികളോ മറ്റുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആവാം. ഓക്കെ, ഇങ്ങനെ ഇൻവെസ്റ്റേഴ്സ് പല രീതിയിലും ആവാം. പക്ഷെ പ്രധാനമായിട്ട് എന്താ? ഗവൺമെൻറ് സെക്യൂരിറ്റീസിൻ്റെ കേസിൽ നോക്കുകയാണെങ്കിൽ അത് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ആയിരിക്കും കൂടുതൽ വരിക. ബാങ്കുകൾ, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഇൻഷുറൻസ് കമ്പനികൾ, LIC പോലുള്ള ഇൻഷുറൻസ് കമ്പനികൾ, ഓക്കെ, മ്യൂച്വൽ ഫണ്ട് ഓർഗനൈസേഷൻസ് ഒക്കെ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാറുണ്ട്. ഇപ്പോഴുള്ള കാലഘട്ടങ്ങളിൽ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സും ഇൻഡിവിജ്വൽ ഇൻവെസ്റ്റേഴ്സൊക്കെ വളരെ വ്യാപകമായി ട്രേഡിംഗ് ഒക്കെ നടത്തുന്ന ഒരു കാലഘട്ടമായപ്പോൾ ഇൻഡിവിജ്വൽ ഇൻവെസ്റ്റേഴ്സും എന്ത് വാങ്ങിക്കാറുണ്ട്?
ഗവൺമെൻറ് സെക്യൂരിറ്റീസിൽ ഇൻവെസ്റ്റ് ചെയ്യാറുണ്ട്. ഓക്കെ, എനിവേ ഗവൺമെൻറ് സെക്യൂരിറ്റീസിൻ്റെ പ്രത്യേകത എന്താണ്? ഇപ്പോൾ സെൻട്രൽ ഗവൺമെൻറ്റോ സ്റ്റേറ്റ് ഗവൺമെൻറ്റോ അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ്റോ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെയോ കീഴിലുള്ള ഉടമസ്ഥതയിലുള്ള ഓർഗനൈസേഷൻസ് അല്ലേ, അങ്ങനെയുള്ള ഓർഗനൈസേഷൻ നമ്മൾ എന്ത് പറയും? പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സ് പറയും. ഓക്കെ, അപ്പോൾ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സ് അല്ലെങ്കിൽ അങ്ങനെ വരാവുന്ന ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ആയിട്ട് വരാം. ഇപ്പോൾ റെയിൽവേ പോലുള്ള ഓർഗനൈസേഷൻസ് ഒക്കെ സെക്യൂരിറ്റീസ് ഇഷ്യൂ ചെയ്യുമ്പോൾ അല്ലേ, പ്രത്യേകിച്ച് ഗവൺമെൻറ് അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ് അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ് അല്ലെങ്കിൽ ലോക്കൽ ഗവൺമെൻറ് കടം വാങ്ങിക്കുന്നതിന് വേണ്ടി കടപ്പത്രം ഇഷ്യൂ ചെയ്യുമ്പോൾ അതിന് പറയുന്ന പേരാണ് ഗവൺമെൻറ് സെക്യൂരിറ്റീസ്. ഓക്കെ, പ്രധാനമായിട്ട് അതിനെ കോമൺ ആയിട്ട് എന്ത് പറയുന്നു? ഗവൺമെൻറ് ബോണ്ട്സ്. ഇൻ ഇന്ത്യ വി കോൾ ഗവൺമെൻറ് സെക്യൂരിറ്റീസ് ആസ് ഗവൺമെൻറ് ബോണ്ട്സ്. ഓക്കെ, സോ ഗവൺമെൻറ് ബോണ്ടിൻ്റെ പ്രത്യേകത എന്താണ്? ഗവൺമെൻറ് ബോണ്ട് അതും ഒരു ഫിക്സഡ് ആയിട്ടുള്ള റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നതാണ് അല്ലേ. പ്രത്യേകിച്ചും അതെങ്ങനെയുള്ളതായിരിക്കും? ലോങ് ടേം ആയിരിക്കും. അതിൻ്റെ പീരീഡ് എന്ന് പറയുന്നത്, മെച്യൂരിറ്റി പീരീഡ് എന്ന് പറയുന്നത് 10 years, 20 years, 25 years, ഇങ്ങനെ പല പീരീഡിലും വേരിയിങ് പീരീഡിൽ ഗവൺമെൻറ് സെക്യൂരിറ്റീസ് ഇഷ്യൂ ചെയ്യാറുണ്ട്. സെൻട്രൽ ഗവൺമെൻറ് ആയിക്കോട്ടെ സ്റ്റേറ്റ് ഗവൺമെൻറ് ആയിക്കോട്ടെ. അപ്പോൾ ലോങ് ടേം ആയിട്ടുള്ള ഇൻസ്ട്രുമെൻ്റ് ആണ്. അതിൻ്റെ മെച്യൂരിറ്റി പീരീഡ് ലോങ് ടേം ആയിരിക്കും. ഓക്കെ, ദെൻ വേറൊരു പ്രത്യേകത എന്താ? ഗവൺമെൻറ് സെക്യൂരിറ്റീസിന് മുകളിൽ ഉള്ള ഗവൺമെൻറ് സെക്യൂരിറ്റീസിൽ നിന്ന് ലഭിക്കുന്ന ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ ഇൻട്രസ്റ്റിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ജനറലി എന്തായിട്ട് അറിയപ്പെടുന്നു? റിസ്ക് ഫ്രീ റേറ്റ് ഓഫ് റിട്ടേൺ ആയിട്ട് അറിയപ്പെടുന്നു. അപ്പോൾ റേറ്റ് ഓഫ് റിട്ടേണിൻ്റെ കേസ് നമ്മൾ നേരത്തെ പഠിച്ചു അല്ലേ. CAPM ഒക്കെ നോക്കുമ്പോൾ ഇത് റിസ്ക് ഫ്രീ റേറ്റ് ഓഫ് റിട്ടേണിനെ കുറിച്ച് പറയണ്ടായി അല്ലേ, റിസ്കിൻ്റെയും റിട്ടേണിനെ കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ. അപ്പോൾ ഇവിടെ ഗവൺമെൻറ് സെക്യൂരിറ്റീസിൽ നിന്നുള്ള റേറ്റ് ഓഫ് റിട്ടേണിനെയാണ് റിസ്ക് ഫ്രീ റേറ്റ് ആയിട്ട് ജനറലി അക്സെപ്റ്റ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇന്ത്യയിലായിക്കോട്ടെ വിദേശ രാജ്യങ്ങളിലായിക്കോട്ടെ ഗവൺമെൻറ്റിൻ്റെ സെക്യൂരിറ്റീസിൽ നിന്നുള്ള ഗവൺമെൻറ് ബോണ്ടുകളിൽ നിന്നുള്ള റിട്ടേണിനെ എന്തായിട്ട് അറിയപ്പെടുന്നു? റിസ്ക് ഫ്രീ റേറ്റ് ഓഫ് റിട്ടേൺ ആയിട്ട് അറിയപ്പെടുന്നു. എന്തുകൊണ്ടായിരിക്കും അത്? കാരണം ഗവൺമെൻറ് എന്ത് ചെയ്യുന്നില്ല, ഒരിക്കലും ഫെയിൽ ആവുന്നില്ല. ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് എന്ത് വരാനുള്ള സാധ്യതയില്ല? ഡീഫോൾട്ട് വരാനുള്ള സാധ്യത ഇല്ല. അപ്പോൾ പീരിയോഡിക്കൽ പേയ്മെൻറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, അതുപോലെ തന്നെ റീപേയ്മെൻറ്റ് ഓഫ് ക്യാപിറ്റൽ, ഇതൊക്കെ എൻഷുർ ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് അതിനെ ഒരു റിസ്ക് ഫ്രീ സെക്യൂരിറ്റി ആയിട്ട് കൂടെ അറിയപ്പെടുന്നു. അപ്പോൾ റിസ്ക് ഫ്രീ സെക്യൂരിറ്റിയാണ് ഗവൺമെൻറ് സെക്യൂരിറ്റി. ഓക്കെ, ഗവൺമെൻറ് സെക്യൂരിറ്റീസ് ഒക്കെ ഇഷ്യൂ ചെയ്യുന്നതിന് ചില പ്രോസസ്സൊക്കെ ഉണ്ട്. ഗവൺമെൻറ് ബോണ്ടൊക്കെ ഇഷ്യൂ ചെയ്യുന്നതിന് ചില പ്രോസസ്സൊക്കെ ഉണ്ട്. ഓക്കെ, അത് ആരിൽ വഴിയാണ് ഗവൺമെൻറ് ഇഷ്യൂ ചെയ്യുന്നത്? സെൻട്രൽ ഗവൺമെൻറ്റോ സ്റ്റേറ്റ് ഗവൺമെൻറ്റോ അവർക്ക് കടം വേണമെന്നുണ്ടെങ്കിൽ, കടം വാങ്ങിക്കണമെന്ന് തോന്നുമ്പോൾ അല്ലെങ്കിൽ കടം വാങ്ങിക്കേണ്ട ഒരു ആവശ്യം വരുമ്പോൾ ഗവൺമെൻറ് എന്ത് ചെയ്യും? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയോട് നിർദ്ദേശം കൊടുക്കും. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയോട് ആവശ്യപ്പെടും, ഞങ്ങൾക്ക് ഇത്ര കോടി രൂപയ്ക്കുള്ള കടപ്പത്രം ഇഷ്യൂ ചെയ്യണം. അപ്പോൾ ഗവൺമെൻറ്റിന് വേണ്ടി ഗവൺമെൻറ്റിൻ്റെ ബാങ്കാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അല്ലേ. RBI ഈസ് ആക്ടിങ് ആസ് ദി ബാങ്കേഴ്സ് ടു ദ ഗവൺമെൻറ്. അതുകൊണ്ട് തന്നെ ഗവൺമെൻറ്റിൻ്റെ ബാങ്ക് എന്ന നിലയിൽ RBI ആണ്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് ഗവൺമെൻറ്റിന് വേണ്ടി എന്ത് ചെയ്യുന്നത്? ബോണ്ടുകൾ ഇഷ്യൂ ചെയ്യുക. ഇപ്പോൾ ഗവൺമെൻറ് ബോണ്ട് എന്നാണ് പേര് പറയുന്നതെങ്കിൽ പോലും ആരാണത് ഇഷ്യൂ ചെയ്യുന്നത്? RBI ആണ് ഇഷ്യൂ ചെയ്യുന്നത്. ആർക്ക് വേണ്ടി ഇഷ്യൂ ചെയ്യുന്നു? ഗവൺമെൻറ്റിന് വേണ്ടി ഇഷ്യൂ ചെയ്യുന്നു. ഇങ്ങനെ ഇഷ്യൂ ചെയ്യപ്പെടുന്ന ഗവൺമെൻറ് ബോണ്ട് RBIയുടെ നോട്ടിഫിക്കേഷൻ വഴി RBI ആണ് അതിൻ്റെ സെയിൽസ്, അതിൻ്റെ മാർക്കറ്റിംഗ് ചെയ്യുക. അതിനെ വിൽക്കുകയും അതുപോലെ തന്നെ അതിൻ്റെ പ്രൊസീഡ്സ് മുഴുവനായിട്ട് കളക്ട് ചെയ്ത് ഗവൺമെൻറ്റിന് നൽകുകയും ചെയ്യുക. ഇതിനു വേണ്ടി ഗവൺമെൻറ് സെക്യൂരിറ്റീസിൻ്റെ ട്രാൻസാക്ഷനൊക്കെ നടക്കും അല്ലേ. ഒരു പ്രാവശ്യം ഇഷ്യൂ ചെയ്തെന്ന് വിചാരിക്കുക, ആ സെക്യൂരിറ്റീസ് തന്നെ ഗവൺമെൻറ് ബോണ്ടുകൾ തന്നെ ചിലപ്പോൾ എന്ത് ചെയ്യും? ഒരു ബാങ്ക് മറ്റൊരു ബാങ്കിലേക്ക് മാറ്റി കൊടുക്കാം, അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ മറ്റൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ എക്സ്ചേഞ്ച് ചെയ്യാം. ഇങ്ങനെ ബൈയിങ് ആൻഡ് സെല്ലിങ് ഓഫ് ഗവൺമെൻറ് സെക്യൂരിറ്റീസ് നടക്കാറുണ്ട്. ഇത് നമ്മൾ പറയുന്നത് സെക്കൻഡറി മാർക്കറ്റ് എന്നാണ് പറയുക അല്ലേ. ഓൾറെഡി ഇഷ്യൂ ചെയ്ത ഒരു സെക്യൂരിറ്റിയെ വീണ്ടും വാങ്ങിക്കുകയും വിൽക്കുകയൊക്കെ ചെയ്യുന്ന മാർക്കറ്റ് എന്ത് പറയും? സെക്കൻഡറി മാർക്കറ്റ്. അപ്പോൾ ഇങ്ങനെ സെക്കൻഡറി മാർക്കറ്റൊക്കെ ഫെസിലിറ്റേറ്റ് ചെയ്യാൻ വേണ്ടി RBI ഒരു ലെഡ്ജർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അതിന് നമ്മൾ SGL എന്നാണ് പറയുക. SGL ചിലപ്പോൾ വൺ വേർഡായിട്ടൊക്കെ നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് എഴുതാൻ പറ്റുന്നതിന് വേണ്ടി പറയാം. വാട്ട് ഈസ് SGL? സെക്യൂരിറ്റീസ് ജനറൽ ലെഡ്ജർ എന്നാണ് പറയുക. ഇറ്റ് ഈസ് മെയിൻറ്റെയിൻ ബൈ RBI for recording transactions related to government securities, buying and selling of government securities, exchange of government securities from one investor to another investor. അപ്പോൾ ആരാണ് വാങ്ങിച്ചത്, ആരാണ് വിറ്റത് എന്നുള്ള കാര്യങ്ങൾ അപ്പോൾ ഡെബിറ്റ് ചെയ്യും ക്രെഡിറ്റ് ചെയ്യും ചെയ്തുകൊണ്ട് ഒരു ലെഡ്ജറിൻ്റെ രൂപത്തിൽ ഇത് മെയിൻറ്റെയിൻ ചെയ്യും.
അപ്പോൾ ഇതാണ് SGL. ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന വേറൊരു ടേം ആയതുകൊണ്ട് ഡിസ്കസ് ചെയ്താണ്. ഓക്കെ, ദെൻ സ്റ്റേറ്റ് ഗവൺമെൻറ്റും സെൻട്രൽ ഗവൺമെൻറ്റും ഒക്കെ സെക്യൂരിറ്റികൾ ഇഷ്യൂ ചെയ്യാറുണ്ട്. സ്റ്റേറ്റ് ഗവൺമെൻറ് ഇഷ്യൂ ചെയ്യുമ്പോൾ അതിനെ സ്റ്റേറ്റ് ഗവൺമെൻറ് സെക്യൂരിറ്റീസ് എന്ന് വേണമെങ്കിൽ പറയാം. സെൻട്രൽ ഗവൺമെൻറ് ഇഷ്യൂ ചെയ്യുമ്പോൾ സെൻട്രൽ ഗവൺമെൻറ് സെക്യൂരിറ്റീസ് എന്ന് പറയാം. ഓക്കെ, ഇപ്പോൾ രണ്ടും ഗവൺമെൻറ് ബോണ്ടുകളായിട്ട് തന്നെ നമ്മൾ അറിയപ്പെടുന്നത്. ഓക്കെ, ഗവൺമെൻറ് ബോണ്ടുകളെ, ഗവൺമെൻറ് സെക്യൂരിറ്റീസിനെ, G-Secsനെ അല്ലേ, G-Secനെ നമ്മൾ വേറൊരു പേര് കൂടെ അറിയപ്പെടും. എന്താണ് പേര്? നിങ്ങളൊരു പക്ഷേ കേട്ടിട്ടുണ്ടോ നേരത്തേക്ക്? എന്താണത്? ഗിൽറ്റ് എഡ്ജ്ഡ് സെക്യൂരിറ്റീസ്, GILT-EDGED, ഗിൽറ്റ് എഡ്ജ്ഡ് സെക്യൂരിറ്റീസ്. ഇപ്പം എന്താണ് ഗിൽറ്റ് എഡ്ജ്ഡ്? ഗിൽട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? ഗിൽറ്റ് പേപ്പർ ഷൈനിങ് ആണ് അല്ലേ? നമ്മൾ ഈ ഫങ്ഷൻസ് ഒക്കെ നടക്കുമ്പോൾ ഗിൽറ്റ് പേപ്പേഴ്സൊക്കെ ഉപയോഗിച്ചല്ലേ ഷൈനിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യാറ്. അതുപോലെ ഗിൽട്ട് എന്താണ്? അപ്പോൾ ഷൈനിങ് എന്നുള്ള അർത്ഥത്തിൽ തന്നെയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ക്ലിയർ? ഗവൺമെൻറ് സെക്യൂരിറ്റീസ് മറ്റുള്ള സെക്യൂരിറ്റീസിൽ നിന്നും എന്ത് ചെയ്യുന്നു? ഷൈൻ ചെയ്യുന്നു. എന്തുകൊണ്ട് ഷൈൻ ചെയ്യുന്നു? അത് ഇഷ്യൂ ചെയ്യുന്നത് ഗവൺമെൻറ് ആണ് അല്ലേ? ഗവൺമെൻറ് ഒരിക്കലും ഫെയിൽ ചെയ്യാനുള്ള സാധ്യതയില്ല അല്ലേ? അതുകൊണ്ട് തന്നെ എന്ത് സംഭവിക്കും? അതിൽ നിന്നുള്ള റിട്ടേൺസ് അഷ്വേർഡ് ആണ്, റിസ്ക് ഫ്രീ ആണ്. ഓക്കെ, ഇങ്ങനെയുള്ളത് കൊണ്ട് ഒരു ടോപ്പ് മോസ്റ്റ് ആയിട്ടുള്ള, ഒരു ക്രെഡിബിൾ ആയിട്ടുള്ള, റിസ്ക് ഫ്രീ ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷനാണ് ഗവൺമെൻറ് സെക്യൂരിറ്റീസ്. അതുകൊണ്ട് അതിനെന്ത് പേരിൽ അറിയപ്പെടുന്നു? ഗിൽറ്റ് എഡ്ജ്ഡ് securities. So the term gilt edged here means of the best quality. Okay, ഏറ്റവും നല്ല ക്വാളിറ്റി ഉള്ള അല്ലേ? കടം എപ്പോഴാണ് നല്ല ക്വാളിറ്റി വരിക? ഡെപ്റ്റ് ബിക്കം എ ഗുഡ് ക്വാളിറ്റി ഡെപ്റ്റ് വെൻ എന്തായിരിക്കും അതിൻ്റെ പ്രത്യേകത? അതിൻ്റെ ബോറോവേഴ്സിന് അതിൻ്റെ റീപേയിങ് എബിലിറ്റി, അവരുടെ ലിക്വിഡിറ്റി അല്ലേ, സോൾവൻസി ഇതെല്ലാം ഓക്കെ ആണെങ്കിൽ അപ്പോൾ നമ്മൾ അതിനെന്ത് പറയും? ബെസ്റ്റ് ക്വാളിറ്റി ഡെപ്റ്റ് എന്ന് പറയും. അതുകൊണ്ട് തന്നെ ഇവിടെ ഗവൺമെൻറ് ആണ് ബോറോവർ. ഗവൺമെൻറ്റിന് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എപ്പോഴും എൻഷുർ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഒരു ഗുഡ് ക്വാളിറ്റി ഇൻസ്ട്രുമെൻ്റ് ആണ്. ഓക്കെ, ബെസ്റ്റ് ക്വാളിറ്റി ഇൻസ്ട്രുമെൻ്റ് ആണ്, റിസ്ക് ഫ്രീ ആണ്. ഓക്കെ, അതുകൊണ്ട് അത് എന്ത് ചെയ്യുന്നു? മറ്റുള്ള സെക്യൂരിറ്റീസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരു ഷൈൻ ചെയ്ത് നിൽക്കുന്ന അല്ലേ, ഒരു സൂപ്പർ റിലേറ്റീവ് ആയിട്ട് നിൽക്കുന്ന ഒരു സെക്യൂരിറ്റിയാണ്. സോ ദാറ്റ് ഈസ് വൈ ഇറ്റ് ഈസ് കോൾഡ് ആസ് എ ഗിൽറ്റ് എഡ്ജ്ഡ് സെക്യൂരിറ്റീസ്. സോ ചിലപ്പോൾ ഷോർട്ട് ക്വസ്റ്റ്യൻ ആയിട്ട് ചിലപ്പോൾ ചോദിക്കുന്നു, വൈ ഗവൺമെൻറ് സെക്യൂരിറ്റീസ് ആർ കോൾഡ് ഗിൽറ്റ് എഡ്ജ്ഡ് സെക്യൂരിറ്റീസ് അല്ലേ? ഇപ്പോൾ 1-2 സെൻറ്റൻസ് നിങ്ങൾക്ക് ആൻസർ ചെയ്താൽ പറ്റും. അതുപോലെ തന്നെ ചിലപ്പോൾ വാട്ട് യു മീൻ ബൈ ഗിൽറ്റ് എഡ്ജ്ഡ് സെക്യൂരിറ്റീസ് എന്നായിരിക്കും ചോദിക്കുക. അപ്പോഴും എന്ത് ചെയ്യുക? ഗവൺമെൻറ് സെക്യൂരിറ്റീസിനെയാണ് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചിട്ട് എഴുതണം. ഓക്കെ, റൈറ്റ്. എന്താണ് ഗവൺമെൻറ് സെക്യൂരിറ്റീസ് കൊണ്ടുള്ള അഡ്വാൻറ്റേജ്? ഇങ്ങനെ ഗിൽറ്റ് എഡ്ജ്ഡ് സെക്യൂരിറ്റീസ് ആയുള്ള ഗവൺമെൻറ് സെക്യൂരിറ്റീസിൻ്റെ അഡ്വാൻറ്റേജ് എന്തൊക്കെയാണ്? സോ ഒന്നാമത്തെ പോയിന്റ് ഇതാണ്, ഗ്രേറ്റർ സേഫ്റ്റി ആൻഡ് ലോവർ വൊളാറ്റിലിറ്റി അല്ലേ? പിന്നെ സേഫ്റ്റി വളരെ കൂടുതലാണ് അല്ലേ? സേഫ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻ്റ് ആണ് നേരത്തെ പറഞ്ഞു. അതുപോലെ തന്നെ വൊളാറ്റിലിറ്റി. വൊളാറ്റിലിറ്റി ചേഞ്ചിങ് നേച്ചർ, വേരിയബിലിറ്റിക്ക് പറയുന്ന പേരാണ് വൊളാറ്റിലിറ്റി. ഇപ്പോൾ മാർക്കറ്റിൽ ഇതിൻ്റെ വാല്യൂ വലുതായിട്ടൊന്നും ചേഞ്ച് ചെയ്യില്ല. ഓക്കെ, ഷെയറിനെ പോലെ ഒരു ദിവസം ഒരു പ്രൈസ്, വേറൊരു ദിവസം വേറൊരു പ്രൈസ് അങ്ങനെ മാറുന്നില്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ വൊളാറ്റിലിറ്റി വളരെ കുറവാണ്. ഓക്കെ, ദെൻ നമ്പർ 2. സോ വേരിയേഷൻസ് ദെൻ അടുത്തത് എന്താണ്? നെക്സ്റ്റ് പോയിന്റ്, ഹയർ ലിവറേജ് അവൈലബിൾ. വളരെ കൂടുതലായിട്ടുള്ളൊരു ലിവറേജ് നമുക്ക് അവൈലബിൾ ആയിട്ട് വരും അല്ലേ? ഇവിടെ സേഫ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. മാത്രമല്ല നമ്മൾ ലിവറേജ് നോക്കുമ്പോൾ ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി എന്നുള്ള കോൺസെപ്റ്റൊക്കെ നമ്മൾ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൽ പിന്നീട് പഠിക്കും. എങ്കിലും അങ്ങനെയുള്ള കോൺസെപ്റ്റൊക്കെ വരുന്ന സമയത്ത് ലിവറേജ് ചെയ്യാൻ പറ്റുന്ന, ഹയർ ലിവറേജ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സെക്യൂരിറ്റിയാണ്. കാരണം എന്താ? കടപ്പത്രമാണ്, തിരിച്ചു കൊടുക്കേണ്ട ഒരു പൈസയാണ് അല്ലേ? തിരിച്ചു വരുന്ന ഒരു കാര്യമാണ്. മാത്രമല്ല ഇതിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് വളരെ കുറവാണ്. ഓക്കെ, ഇപ്പോൾ നമ്മുടെ റേറ്റ് ഓഫ് റിട്ടേൺ അനുസരിച്ച് നോക്കുമ്പോൾ ഇത് ലിവറേജ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സെക്യൂരിറ്റി ആയിട്ട് പറയാൻ പറ്റും. നോ TDS ഓൺ ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ്സ്. ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു മെറിറ്റാണ്. എന്താ കാരണം? ഗവൺമെൻറ് സെക്യൂരിറ്റീസ് നിക്ഷേപിക്കുന്ന എമൗണ്ടിന് കിട്ടുന്ന വരുമാനത്തിൽ, ഇൻട്രസ്റ്റിൽ എന്ത് കൊടുക്കണ്ട? TDS കൊടുക്കണ്ട. ഓക്കെ, ഇപ്പോൾ ബാങ്കിലാണ് നമ്മൾ നിക്ഷേപിച്ചു എന്ന് വിചാരിക്കുക. ബാങ്കിൽ നിന്ന് ഇൻട്രസ്റ്റ് കിട്ടുമ്പോൾ ഒരു നിശ്ചിത പരിധിയിൽ കൂടുതൽ ഇൻട്രസ്റ്റ് കിട്ടുകയാണെങ്കിൽ, സേ ഫോർ എക്സാമ്പിൾ 10,000 രൂപയാണ് ഒരു വർഷം, 10,000 രൂപയിൽ കൂടുതൽ ഇൻട്രസ്റ്റ് ബാങ്ക് പ്രൊവൈഡ് ചെയ്യുന്ന സമയത്ത് അവരെന്ത് ചെയ്യും? 10% TDS കളക്ട് ചെയ്യും. TCS എന്നാണ് അതിന് പറയുക, ടാക്സ് കളക്റ്റഡ് അറ്റ് സോഴ്സ്. ഓക്കെ, ഇപ്പോൾ ഇവിടെ TDS TCS ഒന്നും ഏതിന് ബാധകമല്ല?
ഗവൺമെൻറ് സെക്യൂരിറ്റീസിന് ബാധകമല്ല. അപ്പോൾ അതൊരു അഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. ദെൻ ഗ്രേറ്റർ ഡൈവേഴ്സിഫിക്കേഷൻ ഓപ്പർച്യൂണിറ്റീസ്. നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ പോർട്ട്ഫോളിയോ ഡൈവേഴ്സിഫിക്കേഷനെ കുറിച്ചൊക്കെ പിന്നീട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുമെങ്കിലും അല്ലേ, നേരത്തെ നമ്മൾ ഇൻട്രഡക്ഷൻ ചാപ്റ്ററിൽ പറഞ്ഞ പോലെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ റിസ്ക് കുറയ്ക്കുന്നതിന് വേണ്ടി, റെഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഡൈവേഴ്സിഫിക്കേഷൻ, ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ പോർട്ട്ഫോളിയോ ഡൈവേഴ്സിഫിക്കേഷന് വളരെയധികം സാധ്യതയുള്ള ഒരു സെക്യൂരിറ്റിയാണ് ഇത് ഗവൺമെൻറ് സെക്യൂരിറ്റീസ്. അതുകൊണ്ടത് മെറിറ്റായിട്ട് നമുക്ക് പറയാം. ആഡിക്വേറ്റ് ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റീസ് വിത്ത് continuing volatility expected in interest rates വേൾഡ് ഓവർ. സോ ആഡിക്വേറ്റ് ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റീസ്. ഇപ്പം നേരത്തേക്കാണെങ്കിൽ ഇതിന് ഗവൺമെൻറ് സെക്യൂരിറ്റീസിന് പ്രൈമറി മാർക്കറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇപ്പോൾ കുറേ വർഷങ്ങളായിട്ട് ഇന്ത്യയിലും നല്ലൊരു വെൽ ഡെവലപ്ഡ് ആയിട്ടുള്ള സെക്കൻഡറി മാർക്കറ്റ് കൂടെ ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുണ്ട് ഗവൺമെൻറ് സെക്യൂരിറ്റീസ്. അതുകൊണ്ട് തന്നെ ഒരാൾക്ക് എപ്പോൾ വേണമെങ്കിലും എന്ത് ചെയ്യാം, ഗവൺമെൻറ് സെക്യൂരിറ്റീസ് കൈവശമുണ്ട്, പക്ഷേ ക്യാഷ് ആക്കി ഉടനെ മാറ്റണം തോന്നുകയാണെങ്കിൽ ഉടനെ അതിനെ വിൽക്കാൻ പറ്റും. വലിയ ക്യാപിറ്റൽ ലോസ് ഇല്ലാതെ തന്നെ ഡിസ്പോസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ലിക്വിഡായിട്ടുള്ള ഹൈലി ലിക്വിഡായിട്ടുള്ളൊരു സെക്യൂരിറ്റിയാണ്. ഓക്കെ, ഇപ്പോൾ ലിക്വിഡിറ്റി ഉണ്ട്, ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റീസ് അവൈലബിൾ ആണ്. ഓക്കെ, TDS ഇതിന് വരുന്നില്ല, ഡൈവേഴ്സിഫിക്കേഷന് പോസിബിലിറ്റി ഉണ്ട്. ഓക്കെ, വേരിയബിലിറ്റി വൊളാറ്റിലിറ്റി ഒക്കെ വളരെ കുറവാണ്. ഓക്കെ, ഹയർ ലിവറേജ് ഇത് പോസിബിൾ ആണ്. അതുപോലെ തന്നെ ഗ്രേറ്റർ സേഫ്റ്റി ഉണ്ട്. ഓക്കെ, ഇപ്പോൾ റിസ്ക് ഫ്രീ റേറ്റ് ആണ്. ഇതെല്ലാം കൊണ്ട് ഗവൺമെൻറ് സെക്യൂരിറ്റീസ് മെറിറ്റോറിയസ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, സോ ദാറ്റ് ഈസ് അബൌട്ട് ഇൻട്രഡക്ഷൻ ടു fixed income securities, especially related to the money market securities and government securities. Okay.